सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. 4-ാം അധികാരത്തിൻ്റെ അവസാനത്തെ പദ്യമാണ് നമുക്ക് വായിക്കാനുള്ളത്. അതായത് 16-ാമത്തെ പദ്യം. ഈ 4-ാം അധ്യായത്തിൻ്റെ പേര് കിരിയൈ കഴറ്റി എന്നാണ്. ക്രിയ, കിരിയൈ എന്ന് പറഞ്ഞാൽ ക്രിയ, കർമ്മം. കർമ്മത്തിനെയൊക്കെ അഴിച്ചു കളയുക. കഴറ്റുക എന്ന് പറഞ്ഞാൽ ഊരിക്കളയുക, അഴിച്ചു കളയുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ കിരിയൈ കഴറ്റി എന്ന പേരോടുകൂടിയ അധ്യായത്തിലെ അവസാനത്തെ പദ്യമാണ് നമുക്ക് ഇന്ന് വായിച്ചു തുടങ്ങേണ്ടത്. വധുവൈ ഷടങ്കതനെ മൈഥുനമാകൊണ്ട പുതുമൈ ശിവാനന്ദം പോതും പതയാ വിളക്കൊളിയിൽ എണ്ണൈ വ്യാപിയാനാർ പോൽ കൊളക്കൊടുത്തൽ സത്യമാക്കൊൾ. വധുവൈ ഷടങ്ക് അവനെ. ഷടങ്ക് മലയാളത്തിലെ ചടങ്ങ്. വധു, വരൻ വധു എന്നുള്ളതിലെ വധു, വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയോ പെൺകുട്ടിയോ. വധുവൈ ഷടങ്കതനെ മൈഥുനമാകൊണ്ട പുതുമൈ. മൈഥുനം എന്ന് പറഞ്ഞാൽ മൈഥുനം, സ്ത്രീ പുരുഷ സംയോഗം. എന്താ പറയുന്നത് ഈ ശ്ലോകത്തിൽ എന്ന് ചോദിച്ചാൽ, വധുവൈ ഷടങ്കതനെ, വധു കടന്നു പോകുന്ന ആദ്യ ചടങ്ങാണ് വിവാഹം അല്ലെങ്കിൽ താലികെട്ട്. അതാണല്ലോ വിവാഹത്തിലെ പ്രധാന അംശം. ആദ്യമായി വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വിവാഹമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമായി വിവാഹമൊന്നും വേണ്ട. ജീവിതത്തിൽ വിവാഹിതയാകുന്ന ഒരു പെൺകുട്ടി മംഗല്യസൂത്രധാരണം, താലികെട്ട് എന്നുള്ളതിൻ്റെ സംസ്കൃത വാക്കാണ് മംഗല്യസൂത്രധാരണം. കഴുത്തിൽ കെട്ടുന്ന ആ ചരടിനെ മംഗല്യസൂത്രം എന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു മഞ്ഞൾ ചരടാണ്, മഞ്ഞ നിറത്തിലുള്ള ചരടാണ്. അതിൽ ഈ സ്വർണം കൊണ്ടുള്ള താലിയൊക്കെ പണി കഴിപ്പിച്ച് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അത് നമ്മുടെ സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ടാണ്. വാസ്തവത്തില് ആ ചടങ്ങ് നടത്താൻ സ്വർണത്തിന്റെ ആവശ്യം തന്നെയില്ല. മാംഗല്യം തന്തുനാനേന മമ ജീവനഹേതുന കണ്ഠേ ബധ്നാമി സുഭഗേ സഞ്ജീവ ശരദശതം. താലി കെട്ടുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രമാണ് മാംഗല്യം തന്തുന അനേന. ഈ തന്തുകൊണ്ട്, ഈ ചരട് കൊണ്ട് ഞാൻ നിന്റെ കഴുത്തിൽ മംഗല്യം അണിയിക്കുന്നു. മമ ജീവനഹേതുന, എൻ്റെ ജീവിതത്തിന് കാരണമായിരിക്കുന്ന, ഇനി മുതൽ നിന്നോടൊപ്പമാണ് ഞാൻ ഈ ജീവിതയാത്ര ചെയ്യാൻ പോകുന്നത്. നീ എൻ്റെ സഹയാത്രികയാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിന് എപ്പോഴും എൻ്റെ നിഴല് പോലെ നീ ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെ ഈ മന്ത്രത്തിനകത്തുണ്ട്. മമ ജീവനഹേതുന കണ്ഠേ ബധ്നാമി, നിന്റെ കഴുത്തിൽ ഞാൻ ബന്ധിക്കുന്നു അഥവാ കെട്ടുന്നു. സുഭഗേ, ഹേ സുന്ദരി, ഭാഗ്യശീലേ, അതാണ് സുഭഗേ. സഞ്ജീവ ശരദശതം, ആദ്യമായി വധുവിനെ അനുഗ്രഹിക്കുന്നത് വരനാണ് അല്ലെങ്കിൽ ഭർത്താവാണ്. ഭർത്താവാണ് ആദ്യം. താലി കെട്ടുമ്പോ നീ ദീർഘകാലം ജീവിക്കൂ, ചുമ്മാ ജീവിച്ചാൽ പോരാ, സുമംഗലിയായി ജീവിക്കൂ. ആ സ്ത്രീ സുമംഗലിയായി ജീവിക്കണമെങ്കിൽ ഇദ്ദേഹം ജീവനോടെ ഇരിക്കണ്ടേ. അപ്പൊ എനിക്കും ദീർഘായുസ് ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ അതിനകത്തുണ്ട്. ഭർത്താവ് ഭാര്യയെ ദീർഘസുമംഗലി ഭവ എന്ന് അനുഗ്രഹിക്കുമ്പോ ആ സ്ത്രീ സുമംഗലിയായി ദീർഘകാലം ജീവിക്കണമെങ്കിൽ ഇദ്ദേഹം ജീവനോടുകൂടി ഇന്നല്ലേ പറ്റൂ. അപ്പോ എനിക്കും നിനക്കും ഒരുപോലെ ദീർഘായുസ് ഉണ്ടാകട്ടെ, നമ്മുടെ ദാമ്പത്യ ബന്ധം വളരെ നാൾ നീണ്ടു നിൽക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ താലികെട്ട് ചടങ്ങിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആ താലി കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മംഗല്യസൂത്രം അണിയിച്ചു കഴിഞ്ഞാൽ വിവാഹം പൂർത്തിയായി എന്നുള്ളതാണ്. ശരിക്കും പിന്നെ സപ്തപതി തുടങ്ങിയ
ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ പുറകിൽ കൂടെ അഗ്നിയെ വലം വയ്ക്കണം, 7 ചുവട് വയ്ക്കണം. ആ 7 ചുവട് നടന്നാലേ ഭാര്യാസ്ഥാനം ആ സ്ത്രീക്ക് കിട്ടുമെന്നാണ്. ആ താലികെട്ട് കൊണ്ട് മാത്രം ഭാര്യ ആവില്ല എന്നാണ്, സപ്തപതി എന്നാണ് പറയുന്നത്. 7 ചുവട് ഭർത്താവിൻ്റെ പുറകിലൂടെ, മുമ്പിൽ കയറി നടക്കരുത്, ഭർത്താവിൻ്റെ മുമ്പിലൂടെ കയറി ഭർത്താവ് പിന്തുടരുന്ന രീതിയിലാവരുത്. അപ്പോൾ ഭർത്താവ് മുമ്പേയും ഭാര്യ പിമ്പേയും അങ്ങനെ ഒരു 7 ചുവട് വയ്ക്കണം എന്നാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് വധുവൈ ഷടങ്കഥനൈ മൈഥുനമാകെ കൊണ്ട പുതുമൈ. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ഈ താലികെട്ട് ചടങ്ങിനെ മൈഥുനമായി തെറ്റിദ്ധരിക്കുന്നു. മൈഥുനം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ പുരുഷ സംയോഗം, ദാമ്പത്യ ബന്ധം, അതാണ് മൈഥുനം. മിഥുനം എന്ന് പറഞ്ഞാൽ യുഗ്മം, ഇരട്ട എന്നാണ്. എതിർലിംഗങ്ങളിലുള്ള 2 വ്യക്തികൾ അവരുടെ സംയോഗമാണ്, മിഥുനങ്ങളുടെ സംയോഗമാണ് മൈഥുനം. ഈ പെൺകുട്ടിക്ക് ദാമ്പത്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല. കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ കഴുത്തിൽ ആ പുരുഷൻ താലി ചാർത്തി, ഈ കുട്ടി വിചാരിച്ചു അതോടുകൂടി വിവാഹത്തിന്റെ എല്ലാ അംശങ്ങളും കവറായി കഴിഞ്ഞു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, കൺസമ്മേഷൻ ഓഫ് മാരേജ്. കൺസമ്മേഷൻ, താലികെട്ട് ഒരു ആദ്യപടിയാണ്. ശരിക്കുള്ള ഭാര്യ ഭർത്തൃ ബന്ധം അവരുടെ സംയോഗത്തിന് ശേഷം ഉണ്ടാകുന്നു. അതിനെയാണ് മാരേജ് കൺസമ്മേറ്റ് ആയോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ വധു എന്ത് വിചാരിക്കുന്നു? വിവാഹ ചടങ്ങിനെ, ഈ താലികെട്ട് ചടങ്ങിനെ മൈഥുനമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വധു. മൈഥുനം എന്നുള്ളത് പിന്നീടാണ്, അത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവർ ചെയ്യുന്നതാണ്. ഇത് ഒരു പൊതു പരിപാടിയാണ്, പൊതുവായ സ്ഥലത്ത് വെച്ചാണ് ഈ താലികെട്ട്. മൈഥുനം അങ്ങനെ പൊതുവായ സ്ഥലത്ത് വെച്ച് നടത്താൻ പറ്റില്ല. പക്ഷേ വിവാഹത്തിന്റെ സൂക്ഷ്മ വശങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരു വധു ഈ താലികെട്ട് നടന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കും. അതുപോലെ ഈ ഉദാഹരണം എന്തിനാണ് പറയുന്നതെന്ന് പറയാം. വധുവൈ ഷടങ്കഥനൈ മൈഥുനമാകെ കൊണ്ട് പുതുമൈ. പുതുമൈ എന്ന് പറഞ്ഞാൽ അതൊരു പുതുമ. ഇവിടെ പുതുമ എന്നുള്ളതിന് വിചിത്രമായ ഒരു കഥ. അത് ആ കുട്ടിയുടെ അജ്ഞതയെയാണ് വെളിവാക്കുന്നത്. ഏത്? വിവാഹ ചടങ്ങിനെ അല്ലെങ്കിൽ താലികെട്ടൽ എന്നുള്ള ആ കർമ്മത്തെ മൈഥുനമായി തെറ്റിദ്ധരിക്കുന്നു. അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത്. അതുപോലെ എന്തിനാ ഈ ഉദാഹരണം? ശിവാനന്ദം പോതും. ശിവാനന്ദം എന്ന് പറഞ്ഞാൽ ശിവത്തെ അറിയുന്നത് കൊണ്ടുണ്ടാകുന്ന ആനന്ദം, ബ്രഹ്മാനന്ദം എന്നർത്ഥം. ഈ ബ്രഹ്മാനന്ദത്തിൽ കൊണ്ടുചെന്നെത്തിക്കും ഈ കർമാനുഷ്ഠാനങ്ങൾ എന്ന് ഒരു കർമ്മി വിചാരിക്കുന്നു. അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ബാഹ്യമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാധനകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ബ്രഹ്മത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് കരുതുന്ന ഒരു കർമ്മി അല്ലെങ്കിൽ കർമ്മഠൻ ഈ വധുവിനെ പോലെയാണ്, അജ്ഞയായ വധുവിനെ പോലെയാണ്. കർമ്മം കൊണ്ട് ആ സത്യത്തെ കിട്ടില്ല. പിന്നെ ഈ കർമ്മം എന്ന് പറയുന്നത് ഒരു ആദ്യപടി മാത്രമാണ്, അതൊരു പ്രിലിമിനറി സ്റ്റെപ്പ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുണ്ട്. പക്ഷെ ഈ കർമ്മികളുടെ വിചാരം ധർമ്മം, മറ്റു ക്രിയകൾ, പൂജാവിധികൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെ തനിക്ക് ആത്മജ്ഞാനം ഉണ്ടാക്കി തരുന്നതാണ്. അത് അവരുടെ അജ്ഞതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശിവാനന്ദം പോതും. ശിവാനന്ദത്തിലേക്ക് ഇവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ തന്നെ അവരെ കൊണ്ടുചെന്നെത്തിക്കും എന്ന് അവർ വിചാരിക്കുന്നത് ഒരു വിചിത്രമായ കഥ പോലെ തോന്നുന്നു ജ്ഞാനികൾക്ക്. അതൊരു കുട്ടിക്കഥ പോലെയാണ്, ഒരു കഥ പോലെയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണ് ഈ ജ്ഞാനികൾ കർമ്മികളുടെ ഈ സിദ്ധാന്തത്തെ, ഏത് സിദ്ധാന്തത്തെ? കർമ്മത്തിലൂടെ ആത്മജ്ഞാനം നേടാം, കർമ്മത്തിലൂടെ ബ്രഹ്മാനന്ദം സ്വന്തമാക്കാം എന്നുള്ള സിദ്ധാന്തത്തെ ജ്ഞാനികൾ കരുതുന്നത്. ശിവാനന്ദം പോതും. അപ്പൊ ഈ കർമ്മങ്ങൾ എന്താണ്? കർമ്മങ്ങൾ ജ്ഞാനത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ജ്ഞാനമാകുന്ന ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ചവിട്ട് പടികളാണ് കർമാനുഷ്ഠാനങ്ങൾ. പടിയിൽ നമ്മൾ കയറുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ 4-5 പടി കയറി, 50 പടി ഉണ്ടെന്ന് വിചാരിക്കുക. 5 പടി കയറിയിട്ട്
അവിടെ നിന്നിട്ട് ഞാൻ എത്തേണ്ടിടത്തെത്തി എന്ന് വിചാരിച്ചാലോ? അതെത്ര വിഡിതമാണ്. ഈ നിൽക്കുന്ന പടിയെ വിട്ടിട്ട് അതിന് മുകളിലുള്ള പടിയിലേക്ക് കാലെടുത്ത് വെക്കണം, അതിനെയും വിടണം, അതിന്റെ മുകളിലേക്ക് പോകണം. ഇങ്ങനെ പടിപ്പടിയായി മുകളിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മൾ ചുവട് വെച്ച പടിയെ വിട്ടിട്ടാണ് അടുത്ത പടിയിലേക്ക് കാല് വെക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പടിയിൽ അങ്ങ് അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ ഇനി മോളിൽ കയറില്ല, എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റുമോ? ഇതുപോലെയാണ്. ഓരോരുത്തരും ഓരോന്ന് ചെയ്തിട്ട് അവര് സംതൃപ്തരാവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എല്ലാം കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഈ കർമ്മം കൊണ്ട് ആദ്യമായി ആത്മാവിനെ നേടാൻ പറ്റില്ല എന്നുള്ള കാര്യം, ആ അടിസ്ഥാനപരമായ സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഈ കർമ്മം ഒരു ഉപാധി മാത്രമാണ്, ഒരു ഉപായം മാത്രമാണ്. ഉപായം എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യത്തെ സാധിപ്പിച്ചു തരുന്നതാണ് ഉപായം. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉപായത്തിന്റെ ആവശ്യമില്ല. ബാലകൃഷ്ണൻ സാറ് രസകരമായിട്ട് പറയും, ഒരാള് സ്വന്തം വീട്ടിലേക്ക് പോകാനായി ടാക്സി പിടിച്ചു, അയാളുടെ വീടെത്തി. പക്ഷെ ഇയാൾക്ക് ആ കാറിന്റെ ഉൾവശവും ആ കുഷൻ സീറ്റും അകത്തുള്ള ആ സെന്റും അതിന്റെ മണവും ഒക്കെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ദൂരെ ഇരുന്ന് യാത്ര ചെയ്ത് വരികയാണ്. ഈ കാറിനകത്ത് കയറിയ ആൾ കാറിൽ ഒട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മനസ്സ് സംഘബദ്ധമായി. ഇയാൾ വീടെത്തിയിട്ടും ഡ്രൈവറോട് പറയുകയാണ്, ചുമ്മാ വീട്ടിന്റെ ചുറ്റും കിടന്ന് കറങ്ങട്ടെ എന്ന്, ഞാൻ ഇപ്പൊ അകത്ത് കയറുന്നില്ല, വീടിന് പ്രദക്ഷിണം വെക്കൂ കാറിൽ എന്നാണ്. ഇയാൾ കാറിനെ വിട്ടിറങ്ങാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഇയാളുടെ ലക്ഷ്യം എന്താണ്? ടാക്സി പിടിച്ചത് എന്തിനാണ്? വീട്ടിലേക്ക് വരാൻ. വീട്ടിന്റെ മുൻവശത്തെത്തിയാൽ കതക് തുറന്ന് ഡോർ തുറന്ന് കാറിന് പുറത്തിറങ്ങണ്ടേ, ഇറങ്ങി വീട്ടിനകത്ത് കയറണ്ടേ? അതിനു പകരം വീടിനെ പ്രദക്ഷിണം ചെയ്താലോ? ഇതുപോലെയാണ് സാധനങ്ങളെ മോക്ഷത്തിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെട്ട സാധനങ്ങളെ ഒരു ഘട്ടത്തിലും ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. കാരണം എന്തെന്നറിയാമോ? ഉള്ളിൽ ഭയമാണ്. എന്തെങ്കിലും തനിക്ക് അനിഷ്ടം സംഭവിക്കുമോ? ഞാൻ ഇത്രയും കാലം ഒരു ദേവനെ ഉപാസിച്ചു, ഇതിപ്പോ പെട്ടെന്ന് ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചാൽ അദ്ദേഹത്തിന് എന്നോട് വല്ല ദേഷ്യവും തോന്നി, എനിക്ക് കുഴപ്പമോ ദുഃഖമോ എന്തെങ്കിലും ഉണ്ടാകുമോ? ഞാൻ അന്നേ പറഞ്ഞതുപോലെ കുഴപ്പമുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ആ ദേവനെ എന്തിനു കയറി പിടിച്ചു, എന്തിനു അംഗീകരിച്ചു? യഥാർത്ഥ ദേവൻ ആരാണ്? പൂജിച്ചാലും ഇല്ലെങ്കിലും കാരുണ്യം ചൊരിയുന്നവനാണ് യഥാർത്ഥ ദേവൻ. നമുക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് ബഹുമാനം സൂചിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ഈ പൂജ. അല്ലാതെ ഭഗവാന് വേണ്ടിയിട്ടല്ല. ഭഗവാൻ പൂജ ചെയ്യണമെന്ന് പറയുന്നുമില്ല. സർവേഷു കാലേഷു മാം അനുസ്മര എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അർജുന, നീ ഒരു കൃഷ്ണ വിഗ്രഹം വെച്ച് ദിവസേന രാവിലെ ഒരു 2 മണിക്കൂർ പൂജ ചെയ്ത് വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിച്ച് എന്നെ പൂജിച്ചിട്ടേ നീ പുറത്ത് വരാവൂ, എന്നാലേ എന്റെ അനുഗ്രഹം നിന്നിൽ ഉണ്ടാവൂ എന്നല്ലല്ലോ പറഞ്ഞത്. യുദ്ധത്തെ പൂജയാക്കി മാറ്റൂ എന്നാണ് പറഞ്ഞത്. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ച, എന്നെ അനുസ്മരിക്കൂ, യുദ്ധവും ചെയ്യൂ. ഈ സാധനകളെ നാം അംഗീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് ഉപായമാണ്, മാധ്യമമാണ് എന്ന് നല്ല പോലെ ഉള്ളിൽ ഉറപ്പുണ്ടാവണം. അല്ലെങ്കിൽ സാധനയിൽ നമ്മുടെ മനസ്സ് സംഘബദ്ധമായി പോകും. എന്തിനാണ് നമ്മൾ ഈ സാധനയെ അംഗീകരിച്ചത്? സംഘം ഇല്ലാതാക്കാനല്ലേ? അങ്ങനെ സംഘം ഇല്ലാതാക്കാൻ വേണ്ടി നാം സ്വയം അംഗീകരിച്ച സാധനയിൽ സംഘം വയ്ക്കുന്നത് ശരിയോ തെറ്റോ? ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. മനസ്സ് ഏതിലും സംഘബദ്ധമാകും. ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി ഹിമാലയൻ താഴ്വരകളിൽ ചെന്നെത്തി. അവിടെ ഒരു ചെറിയ കുടിലും കുത്തി അവിടെ ഇരുന്നു. ചുറ്റും ആള് കൂടി, കുടില് മാറി വീടായി, വീട് മാറി വലിയ ബിൽഡിംഗായി, കൊട്ടാരമായി. അതിനോട് സംഘം വന്നാൽ പിന്നെ ഇയാൾ എന്തിനെയാ ത്യജിച്ചത്? അയാൾക്ക് ശരിയായ ത്യാഗം നേടാൻ കഴിഞ്ഞുവോ? ഇല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ത്യാഗം എന്ന് പറയുന്നത് മനസ്ഥലത്തിലാണ്. പുറമേ ഒന്നിനെയും ഉപേക്ഷിച്ചത് കൊണ്ട് ശരിയായ ത്യാഗമാവില്ല. ശിവാനന്ദം പോതും, കർമ്മം കൊണ്ട് ശിവാനന്ദം നേടാൻ പറ്റും, ആത്മജ്ഞാനം നേടാൻ പറ്റും എന്ന് ഇവർ കരുതുന്നത് ഒരു വിചിത്രമായ കഥ പോലെയാണ്. അതൊരു പുതിയ അറിവോ ഒരു പുതുമയോ ആണ്.
നമ്മുടെ ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഇവരുടെ ഒരു പുതിയ സിദ്ധാന്തമാണ്. അതാണ് പുതുമ. അതിനെ തമിഴിൽ പുതുമൈ എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാ ഈ ആത്മജ്ഞാനം നേടുക? അതും പറയാവുന്നതാണ്. പതയാ വിളക്കൊളിയിൽ എണ്ണൈ വ്യാപിയാനാർ പോൽ കൊള കൊടുത്തൽ സത്യമാക്കൊൾ. പതയാ വിളക്കൊളി, ഒളി പ്രകാശം, വിളക്കൊളി ദീപത്തിന്റെ പ്രകാശം. പതയാ വിളക്കൊളി എന്ന് പറഞ്ഞാൽ നിശ്ചലമായ ചലിക്കാത്ത ദീപനാളം പോലെ. ചെറിയ കാറ്റടിച്ചാലും ഈ തീനാളം പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും, ഫ്ലിക്കർ ചെയ്യും. പതയാ വിളക്കൊളിയിൽ നിശ്ചലമായി നിന്നെരിയുന്ന ഒരു ദീപനാളത്തിൽ എണ്ണൈ വ്യാപിയാനാർ പോൽ. അതവിടെ എരിയാൻ കാരണം എണ്ണ തിരിയിലൂടെ അതിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ആ എണ്ണയാണ് തിരിയുടെ അറ്റത്ത് വന്ന് ജ്വാലയായി കത്തുന്നത്. പക്ഷേ ഈ നിശ്ചലമായ തീനാളത്തെ നോക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അടിയിൽ നിന്നും എണ്ണ മുകളിലേക്ക് കയറുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പക്ഷേ എണ്ണ അതിസൂക്ഷ്മമായി ഈ തിരിയിൽ വ്യാപിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ ഈ ജ്വലനം സാധ്യമാകുന്നത്. അതാണ് പതയാ വിളക്കൊളിയിൽ എണ്ണൈ വ്യാപി ആനാർപോൽ. എണ്ണ വ്യാപിക്കുന്നത് പോലെ തിരിയിൽ എണ്ണ വ്യാപിച്ച് ആണ് ആ തീനാളം ജ്വലിക്കുന്നത്. പക്ഷേ അത് നിശ്ചലമായിരിക്കുന്നു. നിശ്ചലമായി കത്തുന്ന തീനാളത്തെ കണ്ടാൽ അത് പടത്തിൽ വരച്ചതുപോലെ തോന്നും. അവിടെ ജ്വലനം എന്നൊന്ന് നമുക്ക് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാൻ പ്രയാസമാവും. കാരണം അത്ര നിശ്ചലമാണ്, കാറ്റില്ല. ഇതുപോലെ മനസ്സ് നിശ്ചലമായി തീരണം. ബോധം ആ നിശ്ചല മനസ്സിൽ പ്രസരിക്കുകയും വേണം. തിരിയിൽ എണ്ണ വ്യാപിക്കുകയും വേണം, ജ്വാല അനങ്ങുകയും അരുത്. അങ്ങനെ ഒരു സ്ഥിതിയിൽ മനസ്സിനെ കൊണ്ടെത്തിച്ചാൽ, ബോധപ്രസരം മനസ്സിൽ വ്യാപിച്ചാൽ, അതേസമയം മനസ്സ് വൃത്തികളെ കൊണ്ട് വിക്ഷേപത്തെ പ്രാപിക്കാതെയും ഇരുന്നാൽ അപ്പോൾ ആത്മജ്ഞാനം ഉദിക്കും. തിരിയെടുത്ത് കളയുന്നത് പോലെയാണ് മനസ്സിനെ ലയിക്കാൻ അനുവദിക്കുന്നത്. തിരിയെടുത്ത് കളഞ്ഞാൽ പിന്നെ എന്ത് ജ്വലനം? ഈ തീ എങ്ങനെ ജ്വലിക്കും? ഞാൻ മനസ്സിനെ ലയിപ്പിച്ച് കളയും. നിർവികൽപ്പ സമാധിയിലിരുന്നു, മനസ്സ് ലയിച്ചു. മനസ്സ് ലയിച്ചാൽ ഈ ആത്മാവിനെ ആരാണോ അറിയുന്നത്? പക്ഷെ മനസ്സ് ലയിക്കണം എന്നാണല്ലോ പറയുന്നത്. ചിത്തവൃത്തികൾ അടങ്ങണം, മനസ്സ് ലയിക്കാതെ അവിടെ ഉണ്ടാവണം. അതിൽ ബോധം പ്രസരിക്കും. അപ്പോ ആത്മാവ് അല്ലെങ്കിൽ ഈ ബ്രഹ്മം എന്താണ് എന്നുള്ളത് മനസ്സിലാകും. പതയാ വിളക്കൊളിയിൽ എണ്ണൈ വ്യാപിയാനാർ പോൽ, എണ്ണ വ്യാപിക്കുന്നത് പോലെ കൊള കൊടുത്തൽ, കൊള്ളാൻ കൊടുക്കുക. കൊള്ളാൻ എന്ന് പറഞ്ഞാൽ തള്ളുക, കൊള്ളുക. തള്ളുക ഉപേക്ഷിക്കുക, കൊള്ളുക സ്വീകരിക്കുക. സ്വീകരിക്കാൻ വേണ്ടി കൊടുക്കണം. ആരെ കൊടുക്കണം? ജീവബോധത്തെ കൊടുക്കണം. ആർക്ക് സ്വീകരിക്കാൻ? ആത്മാവിന് സ്വീകരിക്കാൻ. ഓ, അദ്ദേഹം ഈ ജീവന്മാരുടെ ജീവബോധത്തെ ഒക്കെ സ്വീകരിക്കുന്ന ഒരാളാണല്ലേ? ഒരാളല്ല, അതൊരു തത്വമാണ്. അതിൻ്റെ പ്രധാന തീറ്റ ജീവബോധങ്ങളാണ്. കന്നുകാലികൾക്ക് നമ്മൾ തീറ്റ കൊടുക്കാറില്ലേ? കോഴിക്കും മറ്റും തീറ്റ കൊടുക്കാറില്ലേ? ഇതുപോലെ ജീവബോധത്തെ ഭക്ഷിക്കലാണ് ഈ പരമാത്മാവിൻ്റെ പ്രധാന ജോലി. അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ആഹാരമാണ്. ഏത്? അഹങ്കാരം, ജീവന്റെ അഹങ്കാരം. കൊള കൊടുത്തൽ എന്ന് പറഞ്ഞാൽ കൊള്ളാൻ കൊടുക്കുക. ഈശ്വരനെ ഭക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവബോധത്തെ സമർപ്പിക്കുക. അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി തൻ്റേത്, താൻ എന്നുള്ള ആ ഭാവത്തെ അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹം സ്വീകരിച്ചോളും. നമ്മളൊക്കെ ആ ഭഗവാന്റെ ആഹാരമാണ്. വയം ദേവസ്യ ഭോജനം. നമ്മുടെ ശരീരത്തിലെ മാംസത്തെ അല്ല അദ്ദേഹം ഭക്ഷിക്കുന്നത്, ജീവഭാവത്തെ. കൊള കൊടുത്തൽ സത്യമാക്കൊൾ. അങ്ങനെ കൊടുക്കുമ്പോ അദ്ദേഹം അതിനെ ഭക്ഷിച്ചിട്ട് അത് മാത്രമായി നിൽക്കും. അത് മാത്രമായി നിൽക്കുന്നതാണ് ആത്മജ്ഞാനം. അതിനെ സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ആ ബ്രഹ്മം മാത്രമാണ് സത്യം. ഈ ജീവഭാവം കള്ളമാണ്, മിഥ്യയാണ്. സത്യമാക്കൊൾ, ധരിക്കൂ. ഈ കാര്യം നല്ലപോലെ ധരിക്കൂ. എങ്ങനെയാണോ
ഒരു നവവധു വിവാഹ ചടങ്ങുകളെ ദാമ്പത്യമായി തെറ്റിദ്ധരിക്കുന്നത്, അതുപോലെ പാകത വരാത്ത ഒരു ശിഷ്യൻ മതാനുഷ്ഠാനങ്ങളെ, ഓരോ മതത്തിലും പറയപ്പെട്ടിട്ടുള്ള ആ ബാഹ്യമായ ചടങ്ങുകളെ, ആചാരങ്ങളെ അന്തിമമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നാണ്. അത് അവസാനമാണ് എന്നാണ്. അത് അവസാനമല്ല, അത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. വിഗ്രഹാരാധന 1ാം ക്ലാസ്സാണ്, അല്ലെങ്കിൽ പ്രീ KG ആണ്. പക്ഷെ നോക്കൂ, അവിടുന്ന് ഉയരാൻ ജനങ്ങൾക്ക് മനസ്സില്ല. അതിൽ തന്നെ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു എന്നാണ്. അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, അമ്പലത്തിൽ തുടങ്ങുന്ന നമ്മുടെ ജീവിതം അമ്പലത്തിൽ അവസാനിക്കരുത്. അത് അമ്പലങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല, അമ്പലങ്ങൾക്ക് മുകളിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ പുറമേയുള്ള അമ്പലത്തെ ആശ്രയിക്കുന്നത് വിട്ടിട്ട് ഉള്ളിലുള്ള അമ്പലത്തെ ആശ്രയിക്കുക. ഈ ഉള്ളിൽ മുഴുവൻ വൃത്തികേടല്ലേ, കാമക്രോധങ്ങളും രാഗദ്വേഷങ്ങളും അല്ലേ. അതിനെയൊക്കെ മാറ്റൂ, വൃത്തിയാക്കൂ, ശുദ്ധീകരിക്കൂ. അത് അമ്പലമാകും. അത് അമ്പലമായാൽ ഈശ്വരൻ അവിടെ ഓടി വന്ന് ഇരിപ്പുറപ്പിക്കും. ഓടി വരാനൊന്നുമില്ല, അദ്ദേഹം നേരത്തെ ഉണ്ട്. ഒന്ന് വൃത്തിയാക്കിയാൽ മതി. ശ്രീകോവിലും വിഗ്രഹവും ഒക്കെ നേരത്തെ ഉണ്ട്, പക്ഷേ ചപ്പും ചവറും കൊണ്ട് അതൊക്കെ മൂടിക്കിടക്കുകയാണ്. അതൊന്ന് വൃത്തിയാക്കി കഴുകി വെടുപ്പാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചിത്തശുദ്ധി ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അപ്പോൾ കാണാറാകും. സത്യമാക്കൊൾ. അപ്പോൾ ശിവത്തെ അറിയാനുള്ള മാർഗങ്ങളെ ശിവനാണ്, അല്ലെങ്കിൽ ശിവനുമായിട്ടുള്ള സംഗമമാണ് എന്ന് അജ്ഞാനികൾ കരുതുന്നു. അത് തെറ്റാണ്, അതല്ല യാഥാർത്ഥ്യം. കല്യാണ മണ്ഡപത്തിൽ നടത്തുന്നത് മംഗല്യധാരണ ചടങ്ങ് തന്നെയാണ്. വധൂവരന്മാരുടെ സംസർഗമാധുരി എന്ന് പറഞ്ഞാൽ അവരുടെ സംയോഗത്തിൽ ഉണ്ടാകുന്ന ആനന്ദം എന്ന വിധം ക്രിയാനുഷ്ഠാനങ്ങളാൽ ലഭിക്കുന്ന ദ്വൈത സമാധാനം തന്നെയാണ് സാക്ഷാത് ശിവാനന്ദമെന്ന് കർമ്മികൾ കരുതുന്നു. ഈ പൂജയും ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ താൽക്കാലികമായ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഉണ്ടാവും. അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അത് എത്ര നേരം നമുക്ക് ക്ഷണികമായ ശാന്തിയോ സമാധാനമോ ആണോ വേണ്ടത്, അല്ലെങ്കിൽ നിരന്തരമായ ശാശ്വതമായ ശാന്തിയോ? ദ്വൈത സമാധാനം തന്നെയാണ് സാക്ഷാത് ശിവാനന്ദമെന്ന് കർമ്മികൾ കരുതുന്നു. അത് ശരിയല്ല. പിന്നെയോ, നിവാത ദീപത്തിൽ തിരിയിലൂടെ എണ്ണ വ്യാപിച്ച് കത്തി എരിഞ്ഞ് പ്രഭയായി വിലസുന്നത് പോലെ, നിവാത ദീപം എന്ന് പറഞ്ഞാൽ കാറ്റില്ലാത്ത സ്ഥലത്ത് വച്ചിട്ടുള്ള ഒരു വിളക്ക് എന്നർത്ഥം. വാദം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. വാദം, പിത്തം, കഫം, ശരീരത്തിലെ പ്രാണവായു വേണ്ടവണ്ണം എല്ലാ സ്ഥലങ്ങളിലും ചലിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ പ്രാണവായു എത്തുന്നില്ല. അപ്പോഴാണ് അവിടെ വേദന വരുന്നത്. പ്രാണൻ എല്ലായിടത്തും തുല്യമായി വ്യാപിക്കുന്നുവെങ്കിൽ വേദന ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ വേണ്ടത്ര വായു സഞ്ചാരമില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് വാദം, കഴപ്പ്, കാലിലൂടെ ഭയങ്കര വേദന, രാസനേരണ്ടാതി കഷായം സേവിക്കൂ. പിന്നെ വേറൊരു ഗുളിക ഉണ്ടല്ലോ വാദത്തിന്, അത് ഈ രാസനേരണ്ടാതി കഷായത്തില് ഒരച്ച് സേവിക്കാനാണ് പറയുന്നത്. ധന്വന്തരി ഗുളിക. ധന്വന്തരി ഒരു മഹർഷിയാണ്, ആചാര്യനാണ്, ആയുർവേദ ആചാര്യനാണ്. ആരാണ് ഈ ധന്വന്തരി? പാലാഴി മദനം കടഞ്ഞപ്പോഴേ ഈ അമൃതകുംഭവും കൊണ്ട് ഒരാൾ പൊന്തി വന്നു. അയാളാണ് ധന്വന്തരി. അദ്ദേഹത്തെ ആയുർവേദ ആചാര്യനായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഈശ്വരാംശമാണ്. അപ്പൊ നിവാത ദൈവത്തിൽ തിരിയിലൂടെ എണ്ണ വ്യാപിച്ച് കത്തി എരിഞ്ഞ് പ്രഭയായി മാറുന്നു. എണ്ണ തീരുമ്പോഴാണ്, അല്ലെങ്കിൽ എണ്ണ കത്തുമ്പോഴാണ് പ്രകാശം വരുന്നത്. ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നു? എണ്ണ കത്തുന്നതിൽ നിന്ന് വരുന്നതാണ്. എണ്ണ കത്തിത്തീർന്നാൽ പിന്നെ എണ്ണയ്ക്ക് നിലനിൽപ്പില്ല, പ്രകാശമായി. എണ്ണ പ്രകാശമായി മാറുന്നു. ജീവബോധം ആത്മസ്വരൂപമായി തീരുന്നു. അവിടെ പിന്നെ എണ്ണയില്ല, ജീവബോധമില്ല. അത് തന്നെ ആത്മജ്യോതിസായി മാറുന്നു. പ്രഭയായി വിലസുന്നത് പോലെ നീ നിന്നെ ശിവത്തിന് ഭക്തിയായി അർപ്പണം ചെയ്യുകയും അത് നിന്നെ ഏറ്റുകൊള്ളുകയും ചെയ്യുക എന്ന ആത്മാർത്ഥം അനുഷ്ഠിച്ച് നിർവൃതി അടഞ്ഞുകൊള്ളുക. ഞാൻ ഭഗവാനെ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് എന്നെ സ്വീകരിക്കണേ. അങ്ങനെ ഒരു ഭക്തിഭാവത്തോടുകൂടെ
തന്നെ സമർപ്പിക്കുന്നവന് ഭഗവാൻ അദ്ദേഹത്തെ കൊടുക്കുന്നു. ജീവന് ഭഗവാൻ തന്നെ കൊടുക്കും. എപ്പോ? ജീവൻ ഭഗവാന് തന്നെ കൊടുത്താൽ. ജീവനെ കൊണ്ട് പരമാത്മാവിന് ഒന്നും കിട്ടാനില്ല. കാരണം അത് വെറും നിഴലാണ്, മിഥ്യയാണ്. പക്ഷേ ഈ ജീവന് ബ്രഹ്മത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? ഒരാൾ നമ്മോട് വന്ന് പറയണം, നിങ്ങളുടെ കയ്യിലുള്ള 1 രൂപ തന്നാൽ ഞാൻ 1 കോടി രൂപ തരാം. നമ്മൾ കൂടുതൽ ആലോചിക്കും. 1 രൂപ അങ്ങ് കൊടുത്തിട്ട് 1 കോടി വാങ്ങും. അപ്പൊ അങ്ങനെ ഈ വ്യാപാര തന്ത്രം നല്ല പോലെ അറിയാവുന്ന നമുക്ക് ഈ അഹങ്കാരത്തെ കൊടുത്ത് ബ്രഹ്മത്വത്തെ വാങ്ങിക്കുന്ന കാര്യത്തിൽ എങ്ങനെ തെറ്റുപറ്റി? അജ്ഞതയാണ്. ഈ ഞാൻ എന്തോ പരമസത്യമാണെന്നും ഇത് പോയാൽ ഭീമമായ നഷ്ടമുണ്ടാവുമെന്നും ഒക്കെ കരുതിയാണ് ആൾക്കാർ ഈ ആത്മജ്ഞാന മാർഗത്തിലേക്ക് എത്തി നോക്കുക പോലും ചെയ്യാത്തത്. അവിടെങ്ങാനും ചെന്നിരുന്നാൽ, സത്സംഗത്തിലെങ്ങാനും ചെന്നിരുന്നാൽ നമ്മുടെ ബുദ്ധി നശിച്ചു പോയാലോ? ഇപ്പൊ നശിച്ചു കിടക്കുകയാണ് ആ ബുദ്ധി. ഇനി അവിടെ ചെന്ന് ഈ അദ്വൈതമൊക്കെ കേട്ടിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? പലർക്കും പേടിയാണ്. അമ്പലത്തിൽ പോകുന്നത് പേടി കൊണ്ടാണ്, സത്സംഗത്തിൽ വന്നിരിക്കുന്നതും പേടി കൊണ്ടാണ്, സത്സംഗത്തിൽ വരാത്തതും പേടി കൊണ്ടാണ്. ചുരുക്കം നമ്മെ ജീവിതം മുഴുവൻ നയിക്കുന്നത്, സ്വാധീനിക്കുന്നത് ഭയം എന്ന ഒരൊറ്റ വികാരമാണ്. എടുത്തു നോക്കൂ നിങ്ങൾ. ഒറ്റ വികാരം, ഭയം. ഭയം എവിടെ തിരിഞ്ഞാലും ഭയം. ഭാവിയെക്കുറിച്ച് ഭയം, ഭൂതത്തെക്കുറിച്ച് ഭയം. കഴിഞ്ഞ കാലം എന്നെടുക്കേണ്ട ഭൂതം, പ്രേതം എന്നൊക്കെ പറയില്ലേ. വർത്തമാനത്തെ ആരും ഭയപ്പെടാറില്ല. കാരണം വർത്തമാനം ഇവന്റെ പിടിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. വർത്തമാനം എന്ന് പറഞ്ഞാൽ സംസാരം എന്നുള്ള അർത്ഥത്തിലല്ല, ഇപ്പോൾ, നൗ എന്നുള്ള സ്ഥിതി, പ്രസന്റ്. അതിനെ ആർക്കും ഭയമില്ല. എന്തുകൊണ്ട്? അതിൽ നിൽക്കാൻ പറ്റുന്നില്ല. പ്രസന്റ് എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. അതിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. മനസ്സ് ഒന്നുകിൽ ഭൂതത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിലായിരിക്കും. അപ്പോൾ കാര്യങ്ങളെ വേണ്ടവണ്ണം ഗ്രഹിച്ചുകൊള്ളണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആചാര്യൻ ഈ പദ്യത്തിൽ നൽകുന്നത്. അങ്ങനെ 4-ാം അധികാരം കഴിഞ്ഞു. ഇനി 5-ാമത്തെ അധികാരമാണ് ശരിയൈ കഴറ്റി, ക്രിയാചര്യ യോഗം. ഈ 3 മാർഗമാണ് ശൈവ സിദ്ധാന്തത്തിലുള്ളത്. ചര്യ ഏതാണ്ട് ഈ ക്രിയ പോലെ തന്നെയാണ് ചര്യ. ഗുരുശുശ്രൂഷ, ഗുരുവിനോട് ഭക്തി, ആചാര്യ സേവനം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. സദാചാരം അതുമല്ല ഈ ചര്യയിൽ വരും. ക്രിയ എന്ന് പറഞ്ഞാൽ സത്കർമാനുഷ്ഠാനം. ആ സത്കർമാനുഷ്ഠാനത്തിന്റെ അടുത്ത ഘട്ടമാണ് ചര്യ. ആ ചര്യയെയും ഊരിക്കളയണം. ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെയും ഉപേക്ഷിക്കണം. അതിലും ഒരു സംഘം നമ്മുടെ മനസ്സിന് ഉണ്ടാവരുത്. ആചാരപരമായ ആചാരങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നോക്കൂ. നടന്നും കുളിത്തും ഇത് നല്ല നാൾ ഊണൈ വിടും തൊഴിലാൽ മെയ് വരുന്തി വീടെன்று அடங்காதார் என்று சுகமே இருப்பர் இப்போதே துக்கம் இவர்க்கு என்று എതിർ പോയി ഇൻപമുദിക്കും. ചോദ്യമാണ്. ആൾക്കാർ എന്തൊക്കെയാണ് ഈ സാധനയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്നതെന്നറിയാമോ? എല്ലാവർക്കും വേണ്ടത് ഭഗവാൻ അല്ലെങ്കിൽ പരമാത്മാവ്. എന്തൊക്കെ ചെയ്താൽ ജ്ഞാനം കിട്ടും? അതിരാവിലെ എഴുന്നേൽക്കണം, ഗംഗയിൽ കുളിക്കണം. ഈ ഐസ് വെള്ളത്തിൽ ഞാൻ കാശിക്ക് പോയപ്പോൾ ഒരിക്കൽ ഒരു വാശി കാണിക്കാൻ വേണ്ടി കുളിച്ചതാണ്. രാവിലെ ഒരു 3-3:30 നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ഗംഗയുടെ തീരത്തിലേക്ക് കൈ കൊണ്ട് ആ ജലത്തെ ഒന്ന് തൊട്ടു. ഇറങ്ങണോ എന്നൊരു സംശയം. വല്ല വൈറൽ ഫീവറോ ന്യൂമോണിയയോ എന്തെങ്കിലും പിടിച്ചു കിടന്നാൽ നമ്മുടെ കൂടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും ഒരു വാശി എന്ന് പറയുന്നതിനേക്കാളും അവിവേകം എന്ന് പറയുന്നതാണ് ശരി. എന്ത് ചെയ്തു? നേരെ ഇറങ്ങി ഒറ്റ മുങ്ങ്. പതുക്കെ ഇങ്ങനെ തണുത്ത ജലത്തിൽ ഇറങ്ങുമ്പോൾ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയപ്പം വെള്ളത്തിൽ നിന്നിട്ട് ആ വെള്ളം എടുത്ത് ഇങ്ങനെ പുറത്ത് പതുക്കെ ഇങ്ങനെ, അപ്പൊ ശരീരം എല്ലാം ആ തണുപ്പ് പതുക്കെ അങ്ങ് വ്യാപിക്കട്ടെ എന്നിട്ട് മുങ്ങാം എന്ന് കരുതുന്ന കൂട്ടരുണ്ട്. ഞാൻ അതിനൊന്നും നിന്നില്ല. പോയി ഒറ്റ മുങ്ങിയിട്ടൊന്ന് നിവർന്നു. അതോടുകൂടി തണുപ്പെല്ലാം. അവിടെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഇല്ല. ഈ ആത്മാവിലേക്ക് എടുത്ത് ചാടുന്നത് പോലെയാണ്. ഗംഗയിലേക്ക് എടുത്ത് ഒരൊറ്റ ചാടിയില്ല, ഒറ്റ മുങ്ങലാണ്. പതുക്കെ ആ വെള്ളം കോരി ഒഴിക്കുകയല്ല ചെയ്തത്. പലതും എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഉറക്കമൊക്കെ കളഞ്ഞ് ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കണം എന്നുള്ളത് ഒരു ആചാരമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സാധനയുടെ പേരിൽ
പലർക്കും പല ശാരീരിക അവസ്ഥകളാണല്ലോ, പലർക്കും പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും വാർദ്ധക്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടം വരും. ചൂടുവെള്ളം തന്നെ വേണ്ടി വരും. ഇപ്പൊ ഗംഗയുടെ അടുത്ത് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരുമോ എന്ന് പറയാൻ പറ്റുമോ? ഗംഗാ സ്നാനമല്ലേ പാപങ്ങളെ അപഹരിക്കുന്നത്. ഈ ഗംഗയാണെങ്കിൽ തണുത്ത ജലവുമാണ്. വെള്ളത്തിന്റെ തണുപ്പ് നോക്കി ഇറങ്ങാൻ നോക്കിയിട്ട്, കുളിക്കാൻ നോക്കിയിട്ട് ഭയന്ന് പിന്മാറിയ ഒരു ഘട്ടമുണ്ട്. ബദരീനാഥിന് നദി ഇങ്ങനെ തണുത്ത ജലം ഒഴുകുകയാണ്. ഞാൻ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ അതിനകത്ത്. അല്ല, കൈ ആദ്യം ആ വെള്ളത്തിലൊന്ന് സ്പർശിച്ചു. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ തണുപ്പ്? ഐസിന് പോലും അത്രയും തണുപ്പ് കാണില്ല. ഐസ് ഉരുകി വരുന്ന വെള്ളത്തിന് അത്രയും തണുപ്പാണ്. കൈ വെച്ചപ്പോ കൈയൊക്കെ മരവിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ കുളിക്കണ്ട, പിന്മാറി, കുളിച്ചില്ല. അതുകൊണ്ട് എന്ത് കിട്ടാനാണ്? നമ്മുടെ ശരീരത്തിലുള്ള കുറെ അഴുക്ക് ആ വെള്ളത്തിൽ കലരും. ഇത്രയേ ഉള്ളൂ. ആ ഗംഗയെ അശുദ്ധമാക്കണോ? എനിക്ക് വിശേഷിച്ച് എന്തെങ്കിലും ശുദ്ധി കിട്ടുമോ? ശരീരശുദ്ധി ഉണ്ടാവും, ആന്തരമായ എന്തെങ്കിലും ശുദ്ധി ഉണ്ടോ എന്ന് വെച്ച് കുളിക്കണ്ടെന്നല്ല, കുളിക്കാം, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അവനവന്റെ ആരോഗ്യസ്ഥിതി, ദേഹസ്ഥിതി കൂടെ നോക്കിയിട്ട് വേണ്ടേ ഈ സാധനങ്ങളെ അംഗീകരിക്കാൻ? അന്ധമായി ജനങ്ങൾ ഓരോന്നിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടെന്താ, അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് വരുമ്പോ പനിയും ജലദോഷവും ഒക്കെയായി ട്രെയിനിൽ പാരാസെറ്റമോൾ അടിച്ച് അവസാനം ഇവിടെ വന്ന് പനി മൂർച്ഛിച്ച് ആശുപത്രിയിലായി. എവിടെ പോയതാ? ചാർധാം യാത്ര. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ ശരീരത്തെ വേദനിപ്പിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാധനങ്ങളും ആത്മാവിലേക്ക് നമ്മെ ഒരിഞ്ച് പോലും മുമ്പോട്ട് കൊണ്ടുപോകില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. പീഡനമല്ല സാധന. വേറൊരാളെ പീഡിപ്പിക്കരുത്, ഹിംസിക്കരുത് എന്ന് പറയുന്നത് പോലെ അവനവനെ പീഡിപ്പിക്കുകയോ ഹിംസിക്കുകയോ അരുത്. എന്തിനാത് ഭഗവാൻ ചോദിച്ചോ? വാസ്തവത്തിൽ കൃഷ്ണൻ പറയുന്നത് കടുത്ത വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഈ ശരീരത്തെ തപിപ്പിക്കുന്നവൻ ഉള്ളിലിരിക്കുന്ന എനിക്ക് വേദന ഉണ്ടാകുന്നു എന്നാണ്. അപ്പൊ ഈശ്വരനെ പീഡിപ്പിക്കുന്നവന് എങ്ങനെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും? ആരോഗ്യമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ എന്ത് കഠിനമായ വ്രതങ്ങൾ വേണമെങ്കിലും നിങ്ങൾ അനുഷ്ഠിച്ചോളൂ, വേണ്ടാന്ന് അഭിപ്രായമില്ല. പക്ഷെ പറ്റാതെ വരുമ്പോ എന്തിനൊരു കടുംപിടിത്തം? ഇതാണ് ചോദ്യം. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കൂ. നടന്തും, നടക്കുകയും. ഇവിടെ ഈ നടത്താന്നുള്ളത് മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കോ അല്ല, തീർത്ഥാടനം. പണ്ടിങ്ങനെ നടന്നാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. വണ്ടിയും വാഹനമൊന്നും ഇല്ലല്ലോ. കാൽനടയായിട്ടാണ് തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നടക്കുക എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ, മൈലുകളാണ് നടക്കുന്നത്. കുറെ നേരം നടക്കുമ്പോൾ കാലിന് വേദന ഉണ്ടാവും. ഉളുക്കോ അല്ലെങ്കിൽ കാലിന്റെ ആ പാദത്തിന്റെ ആ താഴെ കുമിളകൾ പോലെയൊക്കെ വരും. കാലെടുത്ത് വെക്കാൻ പറ്റില്ല. ഒന്നും വേണ്ട, ആ തിരുവണ്ണാമലയില് ഗിരിപ്രദക്ഷിണം ചെയ്താൽ മതി. ചിലർക്ക് അത് പറ്റില്ല. അതുകൊണ്ടാണ് പലരും ആട്ടോയിലും ടാക്സിയിലും പ്രദക്ഷിണം ചെയ്യുന്നത്. കാരണം കുറെ നേരം നടക്കുമ്പോൾ ഈ പാദത്തിന്റെ അടിയിൽ ബ്ലിസ്റ്റർ ഉണ്ടാവും. കാരണം നടന്ന് ശീലമില്ലാത്തവരാണ്. അപ്പൊ കുറെ നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് നടക്കുമ്പോൾ കാലിന്റെ അടിയിൽ ഇങ്ങനെ കുമിളകൾ പോലെ പൊന്തി വരും. പിന്നെ ഒരടി എടുത്ത് വെക്കാൻ പറ്റില്ല. ഓട്ടോ പിടിക്കുകയും നിർത്തുള്ളൂ. അരുണാചലേശ്വരൻ ചോദിച്ചു, രമണ മഹർഷിയാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്. അതിനു മുമ്പും ചെയ്തുകൊണ്ടിരുന്നു. അതിനൊരു പ്രചാരം രമണ മഹർഷിയുടെ കാലത്തിന് ശേഷമാണ്, അദ്ദേഹത്തിന്റെ കാലം മുതൽക്കാണ് സംഭവിച്ചത്. അത് പറ്റുന്നവര് ചെയ്തോട്ടെ. നിങ്ങൾ എന്തിനാ അതിന് പോണത്? നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിൽ എന്തിനാ പോകുന്നത്? അല്ല, ഗിരിപ്രദക്ഷിണം വളരെ പുണ്യമല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ സ്വയം പീഡിപ്പിക്കുന്നത് ഒട്ടും നല്ലതല്ല, ഒട്ടും ചേർന്നതല്ല. മനുഷ്യൻ എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും അനുഷ്ഠിക്കാം, നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ. നടന്നും, തീർത്ഥയാത്ര നടത്തിയും, കുളിത്തും, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തും ഓരോ പ്രയാഗിലും ചെന്ന് മുങ്ങുന്നവരുണ്ട്. രുദ്രപ്രയാഗ, കണ്ണപ്രയാഗ, ദേവപ്രയാഗ, വിഷ്ണുപ്രയാഗ, എന്തൊക്കെയാണ് പ്രയാഗങ്ങൾ? എല്ലാ സംഗമസ്ഥാനങ്ങളാണ്. ഓരോ സ്ഥലത്തും മുങ്ങുമ്പോഴും നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ഭാവം, അങ്ങനെ മനസ്സ് ശുദ്ധമാണെന്നാണ്. അല്ലാതെ ആ വെള്ളത്തിൽ ഈ ശരീരത്തെ മുക്കിയെടുത്തത് കൊണ്ട് ചിത്തശുദ്ധി വരുമോ? എന്നാ പിന്നെ ഈ പാപികളെയൊക്കെ കൊണ്ട് ഈ വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതിയല്ലോ. ഒക്കെ മുക്കിയെടുത്തിട്ടതാ ശുദ്ധൻ, പവിത്രൻ, അങ്ങനെയൊന്നും വരില്ല.
അതൊക്കെ ഒരു ആചാരം എന്നുള്ള രീതിയിൽ പറ്റുമെങ്കിൽ അനുഷ്ഠിക്കാം. കുളിത്തും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തും ഇത് നല്ല നാൾ ഊണൈ വിടും തൊഴിലാൻ. ഇത് നല്ല ദിവസം, ഇന്ന് ശുഭദിനമാണ്. എന്താണ്? ഏകാദശി. ഞാൻ ഒരിക്കലും ഏകാദശി ഉപവാസത്തെ മോശമാക്കി പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുകയും. അസിഡിറ്റി പ്രോബ്ലം ഉള്ളതാണ്, ഗ്യാസിന്റെ പ്രശ്നമുള്ളതാണ്. അയാൾ കൃത്യസമയത്ത് ആഹാരം കഴിച്ചിരിക്കണം. അയാൾക്ക് ഈ ഉപവാസം ഒന്നും അനുഷ്ഠിക്കാൻ പറ്റില്ല. അയാൾ അതൊക്കെ നേരത്തെ അനുഷ്ഠിക്കണമായിരുന്നു. നേരത്തെ അനുഷ്ഠിക്കാൻ പറ്റിയില്ല. കൊച്ചിലെ ശീലിച്ച ചിലപ്പോൾ പ്രശ്നമൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ ഈ ഉപവാസം എന്നതിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ 45 വയസ്സിന് ശേഷമാണ്. അതൊരു ഓഫീസിലായിരുന്നു പ്രധാന ജോലി. ഫയലുകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അവസാനം എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കുറച്ചതിലേക്ക് വന്നു. ഓ, ഏകാദശി എന്നൊരു ദിവസമുണ്ട്. അതിലും തന്നെ സ്വർഗവാതിൽ ഏകാദശി, ഗുരുവായൂർ ഏകാദശി എന്നൊക്കെ നമ്മൾ പറയല്ലോ. അതെന്താ സ്വർഗവാതിൽ ഏകാദശി? അന്ന് ഉപവാസം ഇരുന്നാൽ 1000 ഏകാദശി ഉപവാസം ഇരുന്നതിന്റെ പുണ്യം കിട്ടും. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നതാണ് നമുക്ക് വേണ്ടി. എന്തൊരു വിഡിത്തം! ഇവരുടെ അജ്ഞതയെ എവിടെ കൊണ്ട് കളയും? സ്വർഗവാതിൽ തുറക്കുന്നതാണ്. അപ്പൊ അവിടെയും ഫലേച്ഛ, ചുളുവില് കാര്യങ്ങൾ പുണ്യം നേടാനുള്ള ഒരു ആക്രാന്തം. അതാണല്ലോ മലയാളത്തിലെ വാക്ക്. എങ്ങനെ വന്നു എന്നറിയില്ല. ആർത്തി എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇന്ന് ശുഭദിവസമാണ്, നല്ല നാൾ, ഇത് നല്ല നാൾ. അതുപോലെ വിശേഷപ്പെട്ട വ്രതങ്ങൾ, പുരുഷന്മാർ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളുണ്ട്, സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന തിങ്കളാഴ്ച വ്രതം. വിവാഹമാകാത്ത സ്ത്രീകൾ വിവാഹം നടക്കാൻ വേണ്ടിയല്ലേ, അതല്ലേ തിങ്കളാഴ്ച വ്രതം. ഷഷ്ഠി വ്രതം, ഷഷ്ഠിയിൽ ഇരുന്നാൽ അഹപ്പയിൽ വരും. അത് പറഞ്ഞ് ചട്ടിയിൽ ഇരുന്നാൽ ആപ്പയിൽ വരും. അതായത് അർത്ഥം പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ചട്ടിയിൽ ചോറുണ്ടെങ്കിൽ, ആപ്പ എന്ന് പറഞ്ഞാൽ തവി, ചട്ടിയിൽ ചോറുണ്ടെങ്കിൽ അല്ലേ തവിയിൽ വരും. ചട്ടിയിൽ തന്നെ ചോറില്ലെങ്കിൽ തവിയിൽ എങ്ങനെയാ ചോറുണ്ടാവുക? ചട്ടിയിൽ ഇരുന്നാൽ ആപ്പയിൽ വരും. അതങ്ങനെയല്ല, ചട്ടിയല്ല, ഷഷ്ഠി. ഷഷ്ഠി നോമ്പ് നോറ്റാൽ, ഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചാൽ അഹപ്പയിൽ വരും. അഹപ്പൈ എന്ന് പറഞ്ഞാൽ ഗർഭാശയം. അവിടെ കുഞ്ഞ്, ഒരു ഭ്രൂണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകാനുള്ള സാധ്യതയുണ്ട് ഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചാൽ. ഷഷ്ഠിയിൽ ഇരുന്നാൽ അഹപ്പൈയിൽ വരും. പൈ എന്ന് പറഞ്ഞാൽ സഞ്ചി എന്നാണ്. ഗർഭാശയം, യൂട്രസ് എന്ന് പറയുന്നത് ഒരു സഞ്ചിയാണല്ലോ, കുഞ്ഞ് കിടക്കുന്ന സഞ്ചി പോലെ ഒരു സാധനമാണല്ലോ. അപ്പോൾ ഷഷ്ഠിയിൽ ഇരുന്നാൽ അഹപ്പയിൽ വരും. അത് അവസാനം പറഞ്ഞ് ചട്ടിയിൽ ഇരുന്നാൽ ആപ്പയിൽ വരും. ഇങ്ങനെ ആ അടിസ്ഥാനപരമായ അർത്ഥം തന്നെ നഷ്ടപ്പെട്ട പല പഴഞ്ചൊല്ലുകളും ഉണ്ട്. ഇത് നല്ല നാൾ, ശുഭദിനമാണ്. ശുഭദിനം എന്നൊന്ന് വന്നാൽ ഉടനെ ഉപവാസം. നല്ല ദിവസമാണെങ്കിൽ നല്ല പോലെ ഊണ് കഴിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ലല്ലോ നമ്മുടെ ആചാരം. എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസമാണെങ്കിൽ അന്ന് ഉപവസിക്കുക. നാളെ ശ്രാദ്ധമാണെങ്കിൽ ഇന്ന് പൂർണ്ണ ഉപവാസമില്ല, ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം ആഹാരം കഴിക്കുക. പലഹാരം എന്ന് പറയും. ഞങ്ങൾ ഏകാദശിക്ക് പലഹാരമാണ്. നമ്മൾ പലഹാരം എന്നതുകൊണ്ട് ചോറ് ഒഴിച്ചുള്ള ഇഡലി, ദോശ, ഇടിയപ്പം, പുട്ട്, ഇതൊക്കെയാണ് നമ്മൾ പലഹാരം എന്നുള്ളത് കൊണ്ട്. മറ്റേ മുറുക്ക്, അങ്ങനെയുള്ള അപ്പം, വട, ആ പലഹാരമല്ല. അപ്പോൾ ചോറൊഴിച്ച് ബാക്കിയുള്ളത്. അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് അന്നം കഴിക്കരുത്, മറ്റെന്തും എത്ര വേണമെങ്കിലും അകത്തോട്ട് തള്ളിവിടാം. പലഹാരം. ഇനി വേറൊരു കൂട്ടരുണ്ട്, അത് പലഹാരമല്ല, ഫലാഹാരം. പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഫലാഹാരം. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ എല്ലാ ഏകാദശിയും ഉപവസിക്കാറുണ്ട്, ഒരു പഴം മാത്രമേ കഴിക്കൂ. അയ്യോ, അതെങ്ങനെ? ഒരു പഴം കഴിച്ചാൽ, ഒരു പഴം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഒരു ചക്കപ്പഴം, ഒരു ചക്ക, മുഴുവൻ ചക്ക, ഒരു പഴം മാത്രമേ കഴിക്കൂ എന്നാണ്. ചക്ക മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഒന്നല്ലേ പറയുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ ധാരാളം ചുളകളുണ്ടാകും. 3 നേരം അത് തന്നെ തീറ്റും. അപ്പൊ പല രീതിയിലാണ്. എന്തായാലും ഇവിടെ പറയുന്നത് ഉപവാസം എന്നാണ്. ഇത് നല്ല നാൾ, ഇത് നല്ല നാൾ, ഊണൈ വിടും തൊഴിലാൽ. കണ്ടോ, ഊൺ നമ്മൾ പറയുന്ന, മലയാളികൾ ഉപയോഗിക്കുന്ന വാക്കാണ്. തമിഴന്റെ അടുത്ത് ഊൺ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറയും, ശാപ്പാട് എന്ന് പറയണം. ശരിക്കും നല്ല തമിഴാണ്, പ്രാചീന തമിഴിലുള്ള ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ കണ്ടോ, ഊണൈ വിടും തൊഴിലാൻ. ഊണിനെ ഉപേക്ഷിക്കുന്നത് ശീലമാക്കിയിരിക്കുന്നവൻ എല്ലാ ശുഭദിവസങ്ങളിലും
ഉപവസിക്കുന്നവൻ. ഊണ് ഉപേക്ഷിക്കുന്നത് ഇദ്ദേഹത്തിനൊരു തൊഴിലാണ്. അതായത് ഉപവസിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ല എന്നർത്ഥം. ഊണൈ വിടും തൊഴിലാൻ. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി ഈ ഉപവസിക്കുന്നവരും മറുപടി പറയും. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ആ ദിവസങ്ങളിൽ, ഉപവസിക്കുന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സുഖമോ ദുഃഖമോ? വയറ് വിശന്നുകൊണ്ടിരിക്കും, വയറിനറിയില്ല അന്ന് ഏകാദശിയാണ്, അറിയാമോ? അന്ന് സ്കന്ധഷഷ്ടിയാണ്, തിങ്കളാഴ്ചയാണ്, ഇതൊക്കെ വയറിനറിയാമോ? അത് ആ സമയമാകുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒന്നും കിട്ടില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ കത്തുന്നത് പോലെ ഇരിക്കും, പിന്നെ ആ വിശപ്പ് മരവിക്കും. ഇങ്ങനെയൊക്കെയാണ്. ഇതിനൊക്കെ നിയമങ്ങൾ തന്നെയുണ്ട്. 8 വയസ്സിന് താഴെയുള്ളവരും 80 വയസ്സിന് മുകളിലുള്ളവരും ഉപവാസം അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. 8നും 80നും ഇടയ്ക്ക് പ്രായമുള്ളവർ മാത്രം ഉപവസിച്ചാൽ മതി. കാരണം 8 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടിയാണ്, വളർന്നു വരുന്ന കുട്ടിയാണ്. അത് ആദ്യമേ അതിന് ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ അന്നം വേണ്ടേ. 80 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞാൽ 80 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞാൽ നല്ല 1-ാം തരം വാർദ്ധക്യമായി. അതിനുശേഷം ഉപവസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഉപവസിക്കുന്നവർ ക്ഷീണിതരും ദുഃഖിതരുമായി തീരും. നോർമൽ വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരന്ന് അവരുടെ കർമ്മങ്ങളെയൊക്കെ പരമാവധി ചുരുക്കും. കഴിയുന്നതും വീട്ടിന് പുറത്തിറങ്ങില്ല. എന്തെങ്കിലും പുസ്തകമോ പാരായണ ഗ്രന്ഥങ്ങളോ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കും. ഇതാണല്ലോ ചെയ്യുന്നത്. മെയ് വരുന്തി. മെയ് ശരീരത്തിൽ ഈ വയറിൽ ഇങ്ങനെ വിശപ്പ് വർദ്ധിക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ദുഃഖം ഉണ്ടാകും. പിന്നെ ഈ വ്രതത്തിലുള്ള ഒരു നിഷ്ഠ കൊണ്ട് അതൊക്കെ അങ്ങനെ കടിച്ചു പിടിച്ചു കഴിയുന്നു. അടുത്ത ദിവസം ദ്വാദശി പാരണ എന്നാണ് പറയുന്നത്. ദ്വാദശിയുടെ അന്ന് ഉപവാസം അവസാനിപ്പിക്കുകയാണ്. നാരങ്ങ വെള്ളം കുടിച്ച്, അതാണല്ലോ നമ്മുടെ ഇവിടെയും ഉപവാസം തീർക്കുന്നത്. ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിച്ചു. എന്തായാലും വയറിൽ വിശപ്പ് എന്ന് പറയുന്നത് അതൊരു വേദന തന്നെയാണ്. വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ കടുത്ത വേദനയല്ല, ഒരു അസ്വസ്ഥതയാണ്. ശരീരം തളരും. മെയ് വരുന്തി, ആ വിശപ്പ് കൊണ്ടുള്ള ദുഃഖം അനുഭവിച്ച് വീടെன்று, ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് മോക്ഷം കിട്ടും എന്ന് പാവം ഇവർ കരുതുന്നു. ഈ അജ്ഞാനികൾ ശരീരത്തെ പീഡിപ്പിച്ച് ഉപവാസം തുടങ്ങിയ കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഈ ശരീരവും ആത്മാവും തമ്മിൽ ബന്ധമേ ഇല്ല. ഈ ശരീരത്തെ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചത് കൊണ്ട് ആത്മജ്ഞാനം എങ്ങനെ കിട്ടും? പക്ഷെ കിട്ടുമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷം എന്നാണ്, മുക്തി. വിടുന്നത് കൊണ്ട് വീട്. നമ്മുടെ വീടുകൾക്ക് തന്നെ വീട് എന്നുള്ള പേര് എന്തുകൊണ്ട് വന്നു? എന്നെങ്കിലും ഒരു ദിവസം വിടപ്പെടേണ്ടത്. ഒന്നുകിൽ സന്യാസിയായി വീടിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മരണത്തിലൂടെ ആ വീടിനെ ഉപേക്ഷിക്കുക. വിടേണ്ടതായത് കൊണ്ടാണ് അതിന് വീട്. തമിഴില് വീട് എന്നുള്ളതിന് മോക്ഷം എന്നും അർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മോക്ഷം കിട്ടും എന്ന് മനസ്സടങ്ങാത്തവർ, ചിത്തം ഉപശമിക്കാത്ത അജ്ഞാനികൾ തെറ്റായി മനസ്സിലാക്കുന്നു. പട്ടിണി കിടക്കണം, മന്ത്രങ്ങൾ ജപിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിനെ പിടിക്കാമെന്നാണ് നോക്കുന്നത്. സാധ്യമല്ല. ചെയ്യലൊക്കെ നിൽക്കുമ്പോൾ, ചിത്തവൃത്തികളൊക്കെ ഒടുങ്ങുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കുന്നതാണ് ആത്മാവ്. അതിനെ ഒരു കർമ്മത്തിലൂടെയും നേടാൻ സാധ്യമല്ല. ഇത് വീടെன்று, ഇതാണ് മോക്ഷമെന്ന് അടങ്ങാതാർ, മനസ്സ് അടങ്ങാത്തവർ കരുതുന്നു. என்று സുഖമേ ഇരിപ്പർ, ഇവരെന്നാണ് സുഖമനുഭവിക്കാൻ പോകുന്നത്? ഇവര് ജീവിതം മുഴുവൻ ഇങ്ങനെ ശരീരത്തെ ക്ലേശിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് വേദനയൊക്കെ അനുഭവിച്ച് അവസാനം ഒന്നും കിട്ടുന്നുമില്ല. എത്ര കൊല്ലമായി സാധന തുടങ്ങിയിട്ട്? 40 കൊല്ലമായി. ഇപ്പൊ എവിടെ? വലിയ ഗുണമൊന്നുമില്ല. മനസ്സിന് സമസ്ഥിതി വന്നോ? ശാന്തി ഉള്ളിൽ വേണ്ടുവോളം നിറഞ്ഞുവോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പ്രശ്നങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അസ്വസ്ഥത അതുപോലെ നിലനിൽക്കുന്നു എന്നാണ്. പണ്ട് എന്താണോ നമ്മെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നത് അതല്ല ഇപ്പൊ ദുഃഖിപ്പിക്കുന്നത്. ദുഃഖം അതുപോലെ ഉണ്ട്. പിന്നെ എന്ത് പ്രയോജനം? മനുഷ്യന് സമാധാനം, ശാന്തി, ഉൾപ്രകാശം, ധന്യത, ഇതൊക്കെയല്ലേ വേണ്ടത്. അപ്പൊ അതൊന്നും നേടിത്തരാത്ത സാധനങ്ങൾ നമ്മെ ഏത് രീതിയിൽ നമുക്ക് പ്രയോജനം?
என்று സുഖമേ ഇരിപ്പർ, ഇവർ എന്നാണ് സുഖിക്കാൻ പോകുന്നത്, എന്നാണ് ഇവരെ സംബന്ധിച്ച് സുഖം ഒരു മരീചിക പോലെ അകന്നകന്നു പോകും. അവർ ഈ സുഖത്തെ എപ്പോഴും ഒരു അകലത്തിൽ മാത്രം കാണുന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സുഖം ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുമില്ല. എന്റെ സുഖമേ ഇരിപ്പർ, ഇപ്പോഴേ ദുഃഖം ഇവർക്ക്, ഇപ്പോഴേ ഇവർക്ക് വേണ്ടുവോളം ദുഃഖമുണ്ട്. ജീവിത പ്രശ്നങ്ങളില്ലേ നമുക്ക്? കുടുംബ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത കൂട്ടരാണ്. അതിൻ്റെ ഇടയ്ക്ക് നട്ടം തിരിഞ്ഞുകൊണ്ടാണ് ഈ ശരീര പീഡനം, ഉപവാസാദി വ്രതാനുഷ്ഠാനങ്ങളും മറ്റുമൊക്കെ. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ സന്തോഷത്തോടു കൂടി വലിച്ചുവാരി തിന്നണം എന്നല്ല, ആവശ്യമുള്ളത് മാത്രം കഴിക്കൂ, വേണ്ട സമയത്ത് കഴിക്കൂ, മനസ്സിനെ പാകപ്പെടും, അതാണ് വേണ്ടത്. അല്ല, ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ മനസ്സിനെ പാകപ്പെടുത്താൻ സഹായിക്കില്ലേ? ഒരു പരിധിവരെ സഹായിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മോടൊരു മതിപ്പ് തോന്നും, കൊള്ളാം, ഒരു നേരത്തെ ഊണ് എനിക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു മനോബലം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ വിൽ പവർ, ഇച്ഛാശക്തി കുറെയൊക്കെ വർദ്ധിപ്പിക്കാം. പക്ഷെ ആത്മജ്ഞാനത്തിന് ഇത് എങ്ങനെ സഹായിക്കുന്നതാണ്? ഇപ്പോഴേ ദുഃഖം ഇവർക്ക്, ഇപ്പോൾ ഇവർ ദുഃഖം അനുഭവിക്കുകയാണ്, ആവശ്യത്തിൽ കൂടുതൽ ദുഃഖം ഇപ്പോൾ തന്നെ ഉണ്ട്. என்று എതിർ പോയി ഇൻപമുദിക്കും. എന്ന് പറഞ്ഞാൽ എന്ന്, എതിർ പോയി, തൻ്റെ സ്വരൂപത്തിന് എതിരായിട്ടുള്ളത് പോയി. തൻ്റെ സ്വരൂപത്തിന് എതിരായിട്ടുള്ളതാണ് ശരീരം, പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി. ഇതെല്ലാം താനല്ലാത്തതാണ്, തനിക്ക് വിപരീതമാണ്, തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ശരീരത്തിനെ ബുദ്ധിമുട്ടിച്ച് പ്രതികാരം തീർക്കുകയാണോ ഇവർ? ആര്? ഈ സാധകന്മാർ. ഇവിടെ പകപോക്കലിന്റെ ആവശ്യമൊന്നുമില്ല. ശരീരം താനല്ല എന്ന് ഉറപ്പിക്കൂ. ശരീരബന്ധത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മുക്തമാക്കൂ. ഈ കൃച്ഛ്രമായ വ്രതങ്ങൾ, പ്രയാസമേറിയ വ്രതങ്ങൾ എന്തിനങ്ങനെ സ്വയം പീഡിപ്പിക്കണം? തൻ്റെ സ്വരൂപത്തിന് എതിരായിട്ടുള്ളത് പോയി. തൻ്റെ സ്വരൂപത്തിന് എതിരാണ് അഹങ്കാരം അല്ലെങ്കിൽ ജീവബോധം. അവിടുന്ന് തുടങ്ങി ഇങ്ങേറ്റം സ്ഥൂല ശരീരം വരെ ഉള്ളതൊക്കെ ആത്മഭിന്നമാണ്, ജഡമാണ്. ആ ജഡത്തെ ഭ്രമമാണെന്നറിഞ്ഞ് തൻ്റെ ചിത് സ്വരൂപത്തെ വിചാരത്തിലൂടെ ഉറപ്പിക്കുമ്പോഴാണ് ഈ ശരിക്കുള്ള സുഖം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനുള്ള മാർഗം നോക്കാതെ ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഇങ്ങനെ വേദനിപ്പിച്ച് എന്ത് നേടുന്നോ ഇവർ എന്നാണ്. ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഇവർ എന്നാണ് സുഖം അനുഭവിക്കാൻ പോകുന്നത്? ഇതാണ് ചോദ്യം. എൻ്റെ എതിർ പോയി ഇൻപമുദിക്കും. ഇൻപം, സുഖം, സന്തോഷം എന്നാണ് ഇവർക്ക് സുഖം അല്ലെങ്കിൽ ആനന്ദം ഉദിക്കുക. ഇവർ എന്നും ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് വിഷമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവസാനം, ജീവിതാവസാനത്തിൽ ഒന്നും കിട്ടിയില്ല എന്നുള്ള നിരാശയും ബാക്കി നിൽക്കും. അതൃപ്തരായി, അശാന്തരായി, നിരാശയിൽ അവസാനിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം? അത് ധന്യമാകണ്ടേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ധന്യത നമുക്ക് അനുഭവപ്പെടണ്ടേ എന്നാണ്. നാടെങ്ങും സഞ്ചരിച്ചും തീർത്ഥങ്ങളിൽ മുഴുകിയും എന്ന് പറഞ്ഞാൽ മുങ്ങിയും, ഉപവാസ വ്രതാദികളാൽ ശരീരം ശോഷിപ്പിച്ചും, മോക്ഷാർത്ഥം ഈ വക ദിനചര്യകൾ അനുഷ്ഠിച്ചും ഭക്തന്മാർ കഷ്ടത അനുഭവിക്കുന്നു. കഷ്ടപ്പെടുകയാണ് ഈ പാവങ്ങൾ ചെയ്യുന്നത്. അവരോട് കരുണ തോന്നിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത്, അല്ലാതെ അവരുടെ ചെയ്തികളെ പരിഹസിക്കാൻ വേണ്ടിയല്ല. അവരോട് കാരുണ്യം തോന്നിയിട്ട്, എന്തിനാ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? വളരെ എളുപ്പമായ മാർഗമുണ്ടല്ലോ ഈ ആത്മജ്ഞാനത്തിന്, അത് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം, മന്ത്രം ജപിക്കണം എന്ന് പറയുന്ന കൂട്ടരാണ്. പ്രയോറിറ്റി നോക്കൂ ഓരോരുത്തരുടെയും. ആ സത്സംഗത്തിൽ വന്നൊന്ന് ഇരിക്കൂ, ഒരു മണിക്കൂർ കേൾക്കൂ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കാണ്? അത് 5:30 മുതൽ 6:45 വരെ, 1.25 മണിക്കൂർ. 5 മണിക്ക് സാധാരണ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. എത്ര കാലമായി പോകുന്നു? 15 കൊല്ലമായി. പത്മനാഭസ്വാമിയുടെ എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോ? ഒന്നുമില്ല. ഞാൻ പോകുന്നു, അവിടെ പോയി ഹാജര് വെക്കണമല്ലോ. ഇല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും എനിക്ക് ദോഷം ഉണ്ടാക്കിയാൽ എന്താ ചെയ്യുന്നത്? കേൾക്കാൻ പോലും തയ്യാറാകാത്ത കൂട്ടം.
എന്ത് ചെയ്യാൻ പറ്റും ഇവര്? മോക്ഷാർത്ഥം ഈ വക ദിനചര്യകൾ അനുഷ്ഠിച്ചും ഭക്തന്മാർ കഷ്ടത അനുഭവിക്കുന്നു. എന്നിട്ടും അവർക്ക് ശാന്തി ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നു. നോക്കൂ, എവിടെയും അസ്വസ്ഥതയാണ്. പല സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നു, സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ആരെയും കൊച്ചാക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഉള്ള ഉദ്ദേശം തെല്ല് പോലും എനിക്കില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിലൊരു നിർബന്ധമുണ്ട്. രാവിലെ ഈ നിർമാല്യമൊക്കെ തൊഴാൻ സ്ത്രീജനങ്ങൾ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഉന്തി തള്ളി ഇടയ്ക്ക് കൂടെ കയറി. പലരും ഈ 3:30-4 മണിക്കൊക്കെ നിർമാല്യം പോകുമ്പോഴായിരിക്കും ഈ സ്വർണ്ണമാല പൊട്ടിക്കുന്നയാൾ ഏതെങ്കിലും സൈക്കിളിലോ ബൈക്കിലോ വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. അസ്വസ്ഥത എന്തോ അവിടെ ചെന്നു രാവിലെ കണ്ടു. അപ്പോഴത്തേക്കൊരു തൃപ്തി. തിരിച്ച് വീട്ടിൽ കയറിയാൽ, അടുക്കളയിലോട്ട് കയറിയാൽ യുദ്ധക്കളം, കുരുക്ഷേത്ര ഭൂമി. പാത്രങ്ങളും പറക്കും ശരങ്ങളെ പോലെ. കാരണം എന്താ? പേരക്കുട്ടിയെ സ്കൂളിൽ ആക്കണം, കുട്ടികൾക്ക് ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം, ഭർത്താവിന് ചോറ് പൊതിഞ്ഞു കൊടുക്കണം. എല്ലാം കൂടെ ഒറ്റയാളല്ലേ ഉള്ളൂ. മിക്സിയും ഗ്രൈൻഡറും ഒക്കെ കൊണ്ട് കാര്യം ശരി തന്നെ. എന്നാൽ ആള് ചെയ്യേണ്ട ജോലി ആളല്ലേ ചെയ്യേണ്ടത്. അപ്പോഴെന്താ? അസ്വസ്ഥത, മനഃശാന്തി ഭക്തന്മാർക്ക് പോലും ഇല്ല. പിന്നെ ആർക്കുണ്ടാവും? എന്നിട്ടും അവർക്ക് ശാന്തി ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നു. അനുഷ്ഠാനങ്ങളാൽ കഷ്ടതകൾ തുടർന്ന് അനുഭവമാകുന്നതേ ഉള്ളൂ. കഷ്ടതയ്ക്ക് ഒരു കുറവുമില്ല. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്നൊരു ചൊല്ലുണ്ട്. ഫ്രം ദ ഫ്രൈയിങ് പാൻ ടു ദ ഫയർ. പണ്ടേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഈ സാധനയെയും കൂടെ അംഗീകരിച്ച് ബുദ്ധിമുട്ടിന്റെ തോത് കൂടി. മറ്റേതാവുമ്പോൾ ഒരു 5:30 എണീക്കത്തുള്ളായിരുന്നു. ഇപ്പൊ രാവിലെ അമ്പലത്തിൽ പോകണം, 3:30-4. അവിടെ ചെന്നു, ശ്രീകോവിലിന്റെ നട തുറന്നു, കണ്ടു, ഭഗവാനേ, എന്തോ ഒരു മോക്ഷം കിട്ടിയതുപോലെയാണ്. ആ അനുഭവം ഇവർക്ക് കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും കിടക്കുകയല്ലേ ദിവസത്തിന്റെ ഭാഗം. രാത്രി ആവുന്നത് വരെ ദിവസത്തിലെ മണിക്കൂറുകൾ ബാക്കി കിടപ്പുണ്ടല്ലോ. അപ്പോഴോ എപ്പോഴും അമ്പലത്തിലിരിക്കാൻ ക്ഷേത്ര കമ്മിറ്റിക്കാർ സമ്മതിക്കും. നേരെ ദർശനം നടത്താൻ തന്നെ സമ്മതിക്കുന്നില്ല. അവിടെ പോ ജരഗണ്ടി 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 എന്നാണ് പറയുന്നത്. എന്താണ് തെലുങ്കില്? പോകുന്നു, ജരഗണ്ടി. എന്താ അത്? ഒന്ന് കാണുന്നതിന് മുമ്പ് ഓടിച്ചു വിടുകയാണ്. ഇത് എന്ത് ഭഗവത് ദർശനം? നിന്ന് തൊഴാമെങ്കിൽ കൂപ്പൺ എടുത്താൽ മതി, സൗകര്യമായിട്ട് നിന്ന് തൊഴാം. അതിൻ്റെ അകത്തിരിക്കുന്നതാണോ ഭഗവാൻ? അത് ഭഗവാൻ അല്ല എന്നല്ല, യഥാർത്ഥ ഭഗവാൻ ഇവിടെ ആയിരിക്കുന്നത്. അവനവന്റെ ഉള്ളിൽ ഞാനായി അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ അതിനെ കണ്ടെത്താതെ എന്നും ഈ അമ്പലങ്ങളിലും തീർത്ഥക്ഷേത്രങ്ങളിലും മാത്രമായി ജീവിച്ച് നമുക്ക് ഒരു ജീവിത ധന്യതയും ലഭിക്കാൻ പോകുന്നില്ല. അനുഷ്ഠാനങ്ങളാൽ കഷ്ടതകൾ തുടർന്ന് അനുഭവമാകുന്നതേ ഉള്ളൂ. ഇപ്പോഴേ ദുഃഖത്തിൽ നിമഗ്നരാകുന്ന ഈ ചര്യാനുഷ്ഠാനകർക്ക് എന്നാണ് നിർവിഷയത്വം ലഭിച്ച് തദ്വാര ഉദയമാകുന്ന പേരിൻപം, പെരിയ ഇൻപം, പേരിൻപം, മഹത്തായ ആനന്ദം. ഇൻപമാണ് മലയാളത്തിലെ ഇമ്പം, തുൻപമാണ് തുമ്പം. ഇമ്പതുമ്പം, ഇമ്പവും തുമ്പവും എന്ന് പറഞ്ഞാൽ ഇൻപവും തുൻപവും, സന്തോഷവും സങ്കടവും എന്നർത്ഥം. പേരിൻപം അഥവാ ആത്മാനന്ദം അനുഭവിക്കാൻ ഇടയാകുന്നതെന്ന് ആർക്കാണ് ഊഹിക്കാവുന്നത് എന്നാണ് ഇവർ ഈ ചര്യകളിൽ നിന്നൊക്കെ വിട്ട് യഥാർത്ഥ ആത്മതത്വത്തെ ഉള്ളിൽ കണ്ടെത്തുക. ഉടലാൽ ഉഴൈത്താൽ ഉടലൊഴിയുമെன்று കെടുവീർ ഇത എങ്കേ കേട്ടീർ ഉടലേ നടയാടിയ പിണം പോൽ നാൻ പോയി തിരിയ കിടയാതോ എന്ന് കേളീർ. കർമ്മത്തിലൂടെ ജ്ഞാനം നേടാം, കർമ്മത്തിലൂടെ ആത്മസാക്ഷാത്കാരം. ഇതാണ് പലരും ലക്ഷ്യം വെക്കുന്നത്. ഒരിക്കലും സാധ്യമല്ല. കർമ്മത്തിൽ നിന്നുള്ള വിടുതൽ, കർമ്മത്തിൽ നിന്നുള്ള മുക്തിയാണ് ശരിക്കും മോക്ഷം. കർമ്മം എന്നും ദുഃഖത്തെ മാത്രമേ തരൂ. കർമ്മഫലം സുഖം ദുഃഖം എന്ന് 2 രീതിയിലുണ്ടെങ്കിലും ആ സുഖമൊക്കെ അവസാനം ദുഃഖത്തിൽ കലാശിക്കുന്നവയായതുകൊണ്ട് ലൗകിക സുഖങ്ങളെയൊക്കെ ദുഃഖം എന്നാണ് നമ്മുടെ അധ്യാത്മശാസ്ത്രം വിളിക്കുന്നത്. ഇത് സുഖമേ അല്ല. യഥാർത്ഥ സുഖം ആത്മാവിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സുഖം എന്ന് പറയുന്നത് ദുഃഖം വേഷം കെട്ടി വരുമ്പോഴാണ്. ദുഃഖമാണ് യഥാർത്ഥത്തിൽ. അത് സുഖത്തിന്റെ വേഷമണിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനെ സുഖം എന്ന് പറയുന്നു. അതിന്റെ പുറത്തുള്ള ആ പൂച്ചൊക്കെ എടുത്തു കളഞ്ഞാൽ അകത്ത് ദുഃഖമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന സുഖം സുഖമേ അല്ല എന്നാണ്. ഉടലാൽ ഉഴൈത്താൽ,
ശരീരം കൊണ്ട് അധ്വാനിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മം ചെയ്താൽ, അത് എത്ര സാത്വികമായ കർമ്മമോ ആയിക്കൊള്ളട്ടെ, ഉടലാൽ ഉഴൈത്താൽ, ശരീരത്തെ വെച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ ഉടൽ ഒഴിയും എന്ന്, ശരീരം ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ നിന്നുള്ള മുക്തി, ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണല്ലോ ഈ ജീവൻ അല്ലെങ്കിൽ സാധകൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരീരബന്ധമില്ലാതാവാൻ ശരീരം കൊണ്ട് കർമ്മം ചെയ്യണം എന്ന് വിചാരിക്കുന്നവരെ ഇത്ര ബുദ്ധിശൂന്യരായി പോയല്ലോ നിങ്ങൾ എന്നാണ്. നിങ്ങളെ എന്ത് പറയാൻ, നിങ്ങളെ കുറിച്ച് എന്താ ഞങ്ങൾ പറയേണ്ടത് എന്നാണ്. ഉടലാൽ ഉഴൈത്താൽ ഉടലൊഴിയുമെன்று കെടുവീർ, കേടിലേക്ക് പോകുന്നവരെ, നാശത്തിലേക്ക് പോകുന്നവരെ, അല്ലെങ്കിൽ നാശം ഉറപ്പുവരുത്തിയവരെ. ഇതിൽ കൂടുതൽ പരിഹസിക്കാനോ ശകാരിക്കാനോ ഉണ്ടോ? നാശം ഉറപ്പുവരുത്തിയ കൂട്ടരാണ്. കെടുവീർ, നിങ്ങളുടെ ഈ പോക്ക് നാശത്തിലേക്കല്ലാതെ മോക്ഷത്തിലേക്കാവില്ല, മോക്ഷത്തിലേക്കുള്ള പോക്കല്ല. എന്തുകൊണ്ട്? ശരീരം വെച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്താൽ ശരീരബന്ധമില്ലാതെയാവും എന്ന് കരുതുന്നത് ഏതുപോലെയെന്നോ, ഈ കർമ്മത്തെ ഉണ്ടാക്കിയത് അല്ല, ഈ ശരീരത്തെ ഉണ്ടാക്കിയത് പൂർവജന്മ കർമ്മങ്ങളാണല്ലോ. കർമ്മം കൊണ്ടുണ്ടായ ശരീരത്തെ വച്ചുകൊണ്ട് മറ്റ് കർമ്മങ്ങൾ ചെയ്താൽ ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? സാധ്യമല്ല, അതൊരിക്കലും സാധ്യമല്ല. ശരീരം കൊണ്ടുള്ള അധ്വാനം, കുറെയൊക്കെ മനസ്ഥലത്തിലും ഉള്ള അധ്വാനം കൊണ്ട് ശരീരത്തെയോ മനസ്സെയോ ഒഴിവാക്കാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. കെടുവീർ, ബുദ്ധി നശിച്ചവരെ, ഇത് എങ്കേ കേട്ടീർ, ഇത് എവിടെന്നാ നിങ്ങൾ കേട്ടത്? ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെ ആര് പറഞ്ഞു തന്നു? ഏത് ആചാര്യനാണ് ഇങ്ങനെയുള്ള മണ്ടത്തരം നിങ്ങൾക്ക് വിളമ്പി തന്നത്? ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയാണ്, അതിശക്തമായ ഭാഷയിൽ. എവിടെ കേട്ടു നിങ്ങൾ ഇങ്ങനെ ഒരു സിദ്ധാന്തം? ആചാര്യൻ തെറ്റായി പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ഗ്രഹിച്ചതോ? എന്താ ശരിക്കും സംഭവിച്ചത്? കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ. വേദങ്ങളിലുള്ള കർമ്മകാണ്ഡ ഭാഗം, കർമ്മകാണ്ഡം എന്ന് പറയുന്നത് കർമാനുഷ്ഠാനത്തിന് മുഖ്യത്വം നൽകുന്നതാണ്. യാഗയജ്ഞാദികൾ ചെയ്യൂ, ദേവന്മാരെയും ഋഷികളെയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തൂ. തൃപ്തിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇഹലോകത്തിൽ വേണ്ടതെല്ലാം കിട്ടും. ഇഹലോകം തന്നെ നമുക്ക് വേണ്ടെങ്കിലോ, ഈ ശരീരം തന്നെ നമുക്ക് വേണ്ടെങ്കിലോ, നമ്മൾ ഈ യാഗയജ്ഞാദികൾക്കും ദേവപിതൃ ഋഷി തർപ്പണത്തിനും പോകണം. അതൊക്കെ അവരോടുള്ള ഒരു നന്ദി സൂചകമായി നമ്മൾ ചെയ്യുന്നു. ഈ അധ്യാത്മശാസ്ത്രം നമുക്ക് പ്രദാനം ചെയ്തത് ഋഷിമാരാണ്. അതുകൊണ്ട് അവരോട് നമുക്ക് തീർത്താൻ തീരാത്ത കടപ്പാടുണ്ട്. ശരി, അതിനാണ് നമ്മൾ ഋഷികൾക്കും തർപ്പണം ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ പിതൃതർപ്പണമാണ് ചെയ്യുന്നത്. ദേവതർപ്പണം, ഋഷി തർപ്പണം എന്ന് 2 തർപ്പണങ്ങൾ കൂടെ ഉണ്ട്. അതൊക്കെ കാലക്രമത്തിൽ മാഞ്ഞുപോയി. കാരണം അധ്യാത്മശാസ്ത്രത്തിലേക്ക് ആരും വരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി, ഇതിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണല്ലോ അവരോടൊരു കൂറും കടപ്പാടും ഒക്കെ നമുക്ക് തോന്നുന്നത്. ഇത് പഠിക്കാൻ തന്നെ ആരും വന്നില്ലെങ്കിൽ ദേവതർപ്പണമുണ്ട്. ദേവതർപ്പണം എന്ന് പറഞ്ഞാൽ അവിടെ തർപ്പണമല്ല, വിഗ്രഹാരാധന, എന്തെങ്കിലുമൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് കിട്ടുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ശാന്തി വഴിപാടും നേർച്ചയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. അപ്പോ ഈ കർമ്മം ചെയ്താൽ ശരീരബന്ധമില്ലാതെയാകും, താൻ ശരീരമാണ് എന്നുള്ള വിചാരം നീങ്ങി മോക്ഷം സിദ്ധിക്കും എന്നുള്ള സിദ്ധാന്തത്തെ എങ്കേ കേട്ടീർ, നിങ്ങൾ എവിടെയാ കേട്ടത് എന്നാണ്. ഉടലെ നടയാടിയ പിണമ്പോൾ ഞാൻ പോയി തിരിയെ കിടയാതോ എന്ന് കേളീർ. നിങ്ങൾ ഒരു ആത്മജ്ഞാനിയെ കണ്ട് ഈ ചോദ്യം ചോദിച്ചില്ല. ചിലർക്ക് ആത്മജ്ഞാനികളുമായിട്ടുള്ള സമ്പർക്കം തന്നെ കിട്ടുന്നില്ല. ഇനി അങ്ങനെ ഒരു ആത്മജ്ഞാനിയുമായി സമ്പർക്കം കിട്ടിയാലും അദ്ദേഹത്തോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചില്ല. ഏത് ചോദ്യം എന്ന് ചോദിച്ചാൽ, ഉടലെ നടയാടിയ പിണമ്പോൾ ഞാൻ പോയി തിരിയെ കിടയാതോ, അഹംഭാവമകന്ന് ഈ ലോകത്തിൽ ചുറ്റിത്തിരിയുകയില്ലേ എന്ന് ജ്ഞാനികളോട് നിങ്ങൾ ചോദിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ല. ഒരു ജ്ഞാനിയോട് എന്താ നമ്മൾ ചോദിക്കേണ്ടത്? അങ്ങ് ആത്മജ്ഞാനം നേടിയ ഒരാളാണ്, അതുകൊണ്ട് ജ്ഞാനിയാണ്. ഈ ശരീരമോ, അങ്ങേക്ക് അങ്ങ് ശരീരമാണ് എന്നൊരു വിചാരമുണ്ടോ? ഇതൊന്നും ആരും ചോദിക്കും. ഞങ്ങൾ ശരീരത്തെ കാണുന്നു, അങ്ങ് നോക്കിയാലും അങ്ങയുടെ ശരീരത്തെ കാണാം. പക്ഷേ ഈ ശരീരത്തിനും തനിക്കും ബന്ധമുണ്ടെന്ന് അങ്ങ് കരുതുന്നുവോ അല്ലെങ്കിൽ ഇല്ല എന്ന് കരുതുന്നു? ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ വിട്ടുപോയി.
ജ്ഞാനിയുടെ ശരീരം എന്താ? ഉടലേ നടയാടിയ പിണം പോൽ നടക്കുന്ന ശവമാണ് ജ്ഞാനിയുടെ ശരീരം, ജീവച്ഛവം. ആ ശരീരത്തിനും തനിക്കും യാതൊരു ബന്ധവുമില്ല. ഉള്ളിലെ അഹങ്കാരം മരിച്ചു കഴിഞ്ഞു, അഹങ്കാരം ചത്തുപോയി. അപ്പോ ആ ശരീരം ജഡശരീരം പോലെയാണ്. പക്ഷേ എഴുന്നേറ്റ് നടക്കുന്നു, സംസാരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ദൈനംദിന കൃത്യങ്ങൾ ചെയ്യുന്നു. നടയാടിയ പിണം പോൽ ഞാൻ പോയി, ഞാനെന്നുള്ള ആ അഹംബോധം, അഹംഭാവം പോയി. തിരിയ കിടയാതോ. ജ്ഞാനികളോട് നമ്മൾ ചോദിച്ചില്ല, അഹംഭാവം ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? അങ്ങ് ഈ ശരീരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങ് ശരീരമാണെന്നൊരു വിചാരം അങ്ങേക്കുണ്ടോ? ഈ ജ്ഞാനത്തിന് ശേഷവും ഈ ശരീരത്തെ വെച്ചുകൊണ്ട് അതേസമയം ഞാൻ ശരീരമാണ് അല്ലെങ്കിൽ ഇത് എന്റേതാണ് എന്നുള്ള ഭാവമില്ലാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചില്ല. ഞാൻ പോയി തിരികെ കിടയാതോ എന്ന് കേളീർ. ജ്ഞാനികളോട് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കൂ, ഈ ചോദ്യം ചോദിക്കൂ. ഇനി അങ്ങനെ ആരെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ, ഇതുവരെ കേട്ടില്ല. ഇനി അതിനൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ ദാ ഇങ്ങനെ ചോദിക്കൂ. അവർ അവരുടെ ശരീരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അവർക്ക് ഈ ശരീരത്തിൽ താദാത്മ്യമോ അല്ലെങ്കിൽ മമതയോ ഉണ്ടോ? അങ്ങ് ആരാണ് യഥാർത്ഥത്തിൽ? ശരീരത്തിനകത്തുണ്ട്, ശരീരം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ബ്രഹ്മം. അതായിരിക്കും അവർ നൽകുന്ന ഉത്തരം. അപ്പോൾ ജ്ഞാനിയുടെ ശരീരം ഒരു ജീവച്ഛവമാണ്. ജീവനുള്ള ശവം എന്ന് കൂട്ടിക്കോളൂ. ചലിക്കുന്ന ശവം. ശവം ചലിക്കാറില്ല, അത് ഒരു സ്ഥലത്ത് കിടക്കുകയേ ഉള്ളൂ. എണീറ്റ് നടക്കുന്ന ശവം എന്ന് പറഞ്ഞാൽ എന്താ? തനിക്കും ഈ ദേഹത്തിനും യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം സാക്ഷാത്കരിച്ച ആളാണ് ജ്ഞാനി. അയാൾ തൻ്റെ ശരീരത്തെ ശവതുല്യമായി കാണുന്നു. എന്തുകൊണ്ട്? അയാൾ ശിവമാണ്. ശവവും ശിവവും കൂടിക്കലർന്ന സ്ഥിതിയാണ് അജ്ഞാനം. അത് രണ്ടും വേർപിരിയുന്നതാണ് ജ്ഞാനം. തനിക്ക് ഈ മലിനമായ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല. തൻ്റെ സ്വരൂപം ചൈതന്യമാണ്, ബോധമാണ്, ബ്രഹ്മമാണ്, ആത്മാവാണ് താൻ എന്നുള്ള അറിവ് നേടിയ ആളെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. എൻ്റെ അന്ധഃകരണം ശുദ്ധമായി ജ്ഞാനത്താൽ കർമ്മവാസന നശിച്ച് ശരീരസ്മരണ അശേഷം വിസ്മരിച്ച് ശവതുല്യമായി തീർന്ന ശരീരവാനായി. ശരീരവാൻ, ശരീരത്തോടു കൂടിയവൻ. ശരീരമുണ്ട്, പക്ഷേ എനിക്കും അതിനും ഒരു ബന്ധവുമില്ല. അത് അങ്ങേയറ്റം അശുദ്ധമാണ്, ഞാനോ അങ്ങേയറ്റം ശുദ്ധനുമാണ്. ഈ ശുദ്ധിയും അശുദ്ധിയും തമ്മിൽ കൂടി കലരാൻ പറ്റില്ല. കലർന്നതുപോലെ തോന്നി അജ്ഞാനദശയിൽ. അവസാനം ഈ ആത്മാവും ശരീരവും വേർതിരിഞ്ഞതോടുകൂടി, തൻ്റെ സ്വരൂപം തെളിഞ്ഞതോടുകൂടി ഈ ശരീരം വെറും മലഭാണ്ഡം എന്നുള്ള കാര്യം പിടികിട്ടി. പഞ്ചഭൂത നിർമ്മിതമാണ്, അതുമായി താനാകുന്ന ചൈതന്യത്തിന് ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ മരണത്തെ ജയിച്ചു. ഇതുകൊണ്ട് കിട്ടുന്നത് അമരത്വമാണ്. ശവതുല്യമായി തീർന്ന ശരീരവാനായി ഈ ലോകത്തിൽ ഉല്ലാസവാനായി ഈ ജഡബോധങ്ങളെ വേർതിരിച്ചറിയുമ്പോഴാണ് താൻ ബോധമാണ് എന്ന് വ്യക്തമാവുന്നത്. അതിനുശേഷം അയാൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എപ്പോഴാണ് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുക? അജ്ഞാനത്തെ പൊളിച്ചടുക്കുമ്പോൾ. അജ്ഞാനത്തെ പൊളിച്ചടുക്കിയാൽ ജീവിതം അടിപൊളി. ഈ ലോകത്തിൽ ഉല്ലാസവാനായി ഉലാവുന്ന ഒരവസ്ഥ, ചുറ്റി സഞ്ചരിക്കുന്ന, എവിടെ നോക്കിയാലും സന്തോഷം, ആനന്ദം മാത്രം. ഒരു ആനന്ദ സമുദ്രത്തിൽ താൻ ഇങ്ങനെ നീന്തുന്നതായി അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതായി തോന്നും. അത് ജ്ഞാനിയുടെ ആന്തരാനുഭവമാണ്. ഉല്ലാസവാനായി ഉലാവുന്ന ഒരവസ്ഥ എനിക്ക് ലഭിക്കാനായി എക്കാലത്താണ് ഒത്തേക്കും എന്ന് പരമഗുരുനാഥനോട് ചോദിക്കുവാൻ ഇടയാകാത്ത ജിജ്ഞാസുവേ, നിനക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇങ്ങനെ ഒരു ചോദ്യം. കാരണം നീ ഒരു ജ്ഞാനിയുമായി ബന്ധപ്പെടാൻ നിനക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കാണുകയാണെങ്കിൽ അവരുടെ ആന്തരാനുഭവം എന്താണെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കൂ. ശരീരത്താൽ ചെയ്യപ്പെടുന്ന ചര്യ ആദിയായ ആദിയായ അനുഷ്ഠാനങ്ങളാൽ മാത്രം നിന്റെ ത്രിവിധ ശരീരങ്ങളും അകന്ന്, 3 ശരീരമുണ്ടെന്നാണ്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ 3 ശരീരവും ജ്ഞാനലബ്ധിയിൽ
കത്തിച്ചാമ്പലാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം അവിടെ ഉണ്ടാവും, പക്ഷെ അതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. വേറൊരാളുടെ ശരീരത്തെ നാം എങ്ങനെ കാണുമോ അതുപോലെയാണ് ജ്ഞാനി തൻ്റെ സ്വന്തം ശരീരത്തെ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ വലിയ പ്രതിപത്തിയൊന്നുമില്ല. ചര്യ ആദിയായ അനുഷ്ഠാനങ്ങളാൽ മാത്രം നിന്റെ ത്രിവിധ ശരീരങ്ങളും അകന്ന് ബ്രഹ്മാനുഭൂതി കൈവരും എന്ന ഉപദേശം നീ ഏതാചാര്യനിൽ നിന്നാണ് ശ്രവിച്ചതെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എവിടുന്ന് കിട്ടി നിനക്ക് ഈ മണ്ടൻ സിദ്ധാന്തം? ആര് പറഞ്ഞു? ആരുടെ അടുത്തു നിന്നാണ് നിനക്ക് ഈ തെറ്റിദ്ധാരണ പകർന്നു കിട്ടിയത്? അതൊക്കെ കളയൂ, ശരിക്കുള്ള ധാരണ ഉൾക്കൊള്ളൂ എന്നാണ്. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി